ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ സഞ്ചരിക്കുന്നത് കാലങ്ങൾക്കപ്പുറം 7-ാം നൂറ്റാണ്ടിലെ ചുട്ടുപൊള്ളുന്ന അറേബ്യൻ മരുഭൂമിയിലേക്കാണ്. ഇന്ന് സൗദി അറേബ്യയുടെ ഭാഗമായ പുരാതന നജ്ദ് പ്രവിശ്യയിലെ ബദൂനി ഗോത്രങ്ങളുടെ ജീവിതത്തിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. ഈ കഥ നടക്കുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ്. അവിടെ ഗോത്രത്തിൻ്റെ നിയമങ്ങളും അഭിമാനവും വ്യക്തിയുടെ ഇഷ്ടങ്ങളെക്കാൾ ഒരുപാട് മുകളിലായിരുന്നു. ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ രണ്ടുപേരാണ്. ഖൈസ് ഇബ്നു അൽ മുലവ്വ എന്ന ചെറുപ്പക്കാരനായ കവിയും ലൈല ബിന്ത് മഹദി എന്ന അതിസുന്ദരിയായ പെൺകുട്ടിയും. അവരുടെ പ്രണയകഥ ലോകമെമ്പാടുമുള്ള സാഹിത്യത്തെയും സംഗീതത്തെയും സിനിമയെ വരെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ ഈ യാത്രയിൽ അവരുടെ കുട്ടിക്കാലത്തെ നിഷ്കളങ്കമായ പ്രണയത്തിൻ്റെ തുടക്കം കാണും. പിന്നീട് ഖൈസിനെ എങ്ങനെയാണ് മജ്നൂൻ അഥവാ ഭ്രാന്തൻ എന്ന പേര് വീഴുന്നതെന്ന് മനസ്സിലാക്കും. ലൈലയുടെ വീട്ടുകാർ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അവരുടെ ബന്ധത്തെ ശക്തമായി എതിർത്തതെന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കും. ആ എതിർപ്പുകൾ ഖൈസിനെ എങ്ങനെയാണ് നാടും വീടും ഉപേക്ഷിച്ച് മരുഭൂമിയിലെ ഭ്രാന്തൻ കവിയാക്കി മാറ്റുന്നതെന്ന് നമ്മൾ കാണും. ലൈലയുടെ നിർബന്ധിത വിവാഹത്തിൻ്റെ വേദനയും മരുഭൂമിയിലെ വന്യമൃഗങ്ങളുമായി മജ്നൂൻ സ്ഥാപിക്കുന്ന വിചിത്രമായ സൗഹൃദവും നമ്മൾ തൊട്ടറിയും. ലൈലയുടെ ഭർത്താവായ ഇബ്നു സലാം എന്ന കഥാപാത്രത്തെയും ആ ബന്ധത്തിലെ നിസ്സഹായതയും നമ്മൾ കാണുന്നുണ്ട്. സ്നേഹം ഭ്രാന്തായി മാകിയ മകനെയും കൊണ്ട് ഒരു പിതാവ് മക്കയിലെ കാബയിൽ പോയി പ്രാർത്ഥിക്കുന്ന രംഗവും പിന്നീട് കൂട്ടുകാരുടെ സഹായത്തോടെ ലൈലയെ ഒരു നോക്ക് കാണാൻ അവർ നടത്തുന്ന ശ്രമങ്ങളും ഒടുവിൽ ആ പ്രണയകഥയുടെ വേദനാജനകമായ അന്ത്യവും നമ്മൾ ഈ പരമ്പരയിലൂടെ കേൾക്കാൻ പോവുകയാണ്. ഒറ്റയ്ക്ക് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ഒരു കൂട്ടം മാനുകളോടും കുറുക്കന്മാരോടും സംസാരിച്ച് പ്രിയതമയുടെ പേര് കല്ലുകളിൽ കോറിയിട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അതാണ് മജ്നൂൻ. അതാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥയുടെ ഹൃദയം. വിധിയുടെ താളിൽ കുറിച്ച വിലാപമിത്തും ഓ ലൈല മജ്നൂ ഇഷ്കിൻ തീയിൽ ഉരുകും റൂഹിൻ ഗാഥയേതും ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രി യാത്രകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത്, ഇപ്പോൾ അവിടെ എത്ര സമയമായി എന്നതിനെക്കുറിച്ച് ഒരു കമൻ്റ് ഇടുക. കാരണം ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ കഥ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയാൻ താൽപ്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ആ ഫാൻ ഓൺ ചെയ്യുക. ഇന്ന് രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ബനു ആമിർ എന്ന വലിയൊരു ഗോത്രത്തിലാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. മരുഭൂമിയിലെ ജീവിതം ഇന്നത്തെ പോലെയല്ല അന്ന്. ഓരോ ദിവസവും അതിജീവനത്തിനായുള്ള പോരാട്ടമാണ്. വെള്ളത്തിനായി അലയണം, ഭക്ഷണത്തിനായി വേട്ടയാടണം. രാത്രിയിലെ തണുപ്പിൽ നിന്നും പകൽ ചൂടിൽ നിന്നും രക്ഷ നേടാൻ കൂടാരങ്ങൾ വേണം. പക്ഷേ ഈ കഷ്ടപ്പാടുകൾക്കിടയിലും അവർക്ക് അവരുടേതായ സന്തോഷങ്ങളുണ്ട്. രാത്രിയിൽ തീ കൂട്ടി അതിനു ചുറ്റുമിരുന്ന് കഥകൾ പറയുന്നതും തലമുറകൾ കൈമാറി വന്ന കവിതകൾ ചൊല്ലുന്നതും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഈ ഗോത്രത്തിലെ തലവന് ഒരു മകൻ ജനിക്കുന്നു. അവരവന് ഖൈസ് എന്ന് പേരിടുന്നു. അവൻ്റെ ജനനം ഗോത്രത്തിൽ വലിയ ആഘോഷങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്.
എന്നാൽ വളർന്നു വരുമ്പോൾ ഖൈസ് മറ്റു കുട്ടികളിൽ നിന്ന് അല്പം വ്യത്യസ്തനാണെന്ന് എല്ലാവരും തിരിച്ചറിയുന്നു. മറ്റു കുട്ടികൾ അമ്പെയ്ത്ത് പരിശീലിക്കുമ്പോഴും ഒട്ടകങ്ങളെ മേയ്ക്കാൻ പഠിക്കുമ്പോഴും ഖൈസിൻ്റെ ലോകം മറ്റൊന്നായിരുന്നു. അവൻ വാക്കുകളെ സ്നേഹിക്കുന്നു. മരുഭൂമിയിലെ മണൽത്തരികളെക്കുറിച്ചും രാത്രിയിലെ നക്ഷത്രങ്ങളെക്കുറിച്ചും ദൂരെ മലനിരകളിൽ തട്ടി പ്രതിധ്വനിക്കുന്ന ശബ്ദങ്ങളെക്കുറിച്ചും അവൻ കവിതകൾ കുറിക്കുന്നു. അവൻ്റെ മനസ്സിൽ ലോകം മറ്റുള്ളവർ കാണുന്നതിനേക്കാൾ വർണ്ണങ്ങളുള്ള ഒന്നാണ്. അതേ ഗോത്രത്തിൽ മറ്റൊരു പ്രമുഖ കുടുംബത്തിൽ ഒരു പെൺകുട്ടിയും ജനിക്കുന്നു. രാത്രിയുടെ സൗന്ദര്യമുള്ളവൾ എന്നർത്ഥം വരുന്ന ലൈല എന്ന പേരാണ് അവൾക്ക് നൽകുന്നത്. അവളുടെ കറുത്ത ഇടതൂർന്ന മുടിയും മാനുകളുടേതുപോലുള്ള ഭംഗിയുള്ള കണ്ണുകളും അവളെ ഗോത്രത്തിലെ ഏറ്റവും സുന്ദരിയായ കുട്ടിയാക്കി മാറ്റുന്നു. എന്നാൽ ലൈലയ്ക്ക് സൗന്ദര്യം മാത്രമല്ല ഉണ്ടായിരുന്നത്, അവൾക്ക് നല്ല ബുദ്ധിയും ധൈര്യവും ഉണ്ടായിരുന്നു. അവൾ സംസാരിക്കുമ്പോൾ മുതിർന്നവർ പോലും ശ്രദ്ധിച്ചു കേൾക്കും. അന്നത്തെ കാലത്ത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന ഒരു രീതിയുണ്ടായിരുന്നു. ഗോത്രത്തിലെ പ്രായമുള്ള അറിവുള്ള ഒരാളുടെ കൂടാരത്തിൽ കുട്ടികളെല്ലാം ഒരുമിച്ചുകൂടി ഖുറാനും കവിതകളും എഴുത്തും വായനയും പഠിക്കുന്നു. ഇതൊരു വലിയ സ്കൂളൊന്നുമല്ല. മരുഭൂമിയിലെ മണലിൽ ഒരു പായ് വിരിച്ച് അതിലിരുന്നാണ് പഠനം. അവിടെ വെച്ചാണ് ഖൈസ് ആദ്യമായി ലൈലയെ കാണുന്നത്. അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന ഗുരുവിൻ്റെ ശബ്ദമോ ചുറ്റുമിരുന്ന് ബഹളം വയ്ക്കുന്ന മറ്റു കുട്ടികളെയോ അവൻ ശ്രദ്ധിക്കുന്നില്ല. അവൻ്റെ കണ്ണുകൾ ആദ്യമായി ലൈലയുടെ മുഖത്ത് ഉടക്കി നിൽക്കുന്നു. ആ നിമിഷം അവൻ്റെ ലോകം ആ കൂടാരത്തിനുള്ളിലേക്ക് ചുരുങ്ങുന്നു. ലൈലയുടെ ചിരി കേൾക്കുമ്പോൾ ഖൈസിൻ്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങുന്നു. അവൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അത് തന്നോടായിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിക്കുന്നു. ലൈലയും പതിയെ ഖൈസിനെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നുണ്ട്. മറ്റു ആൺകുട്ടികളെപ്പോലെ ആയിരുന്നില്ല അവൻ. അവൻ ഒച്ചയെടുത്ത് സംസാരിക്കുന്നില്ല, മറ്റുള്ളവരെ പോലെ കളിയാക്കുന്നില്ല. പകരം അവൻ്റെ വലിയ കണ്ണുകളിൽ എപ്പോഴും ഒരു സ്വപ്നലോകം ഒളിപ്പിച്ചു വെച്ചതുപോലെ തോന്നും. അവൻ കവിത എഴുതുമ്പോൾ അവൻ്റെ വിരലുകൾ മണലിൽ അക്ഷരങ്ങൾ കോറിയിടുമ്പോൾ ലൈല അത്ഭുതത്തോടെ നോക്കിയിരിക്കും. അവൾക്കറിയാം ആ കവിതകളിൽ എവിടെയോ താനുണ്ടെന്ന്. ചിലപ്പോൾ അവനൊരു തുകൽ കഷ്ണത്തിൽ അവൾക്കായി മാത്രം ചില വരികൾ എഴുതി കൊടുക്കും. അത് വായിക്കുമ്പോൾ ലൈലയുടെ കവിളുകൾ ചുവക്കും. അതൊരു രഹസ്യം പോലെ അവൾ സൂക്ഷിക്കും. പഠന ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലോകം വിശാലമായ മരുഭൂമിയാണ്. അവർ ഒരുമിച്ച് ആടുകളെ മേയ്ക്കാൻ പോകും. മറ്റു കുട്ടികൾ കളിക്കുന്ന കളികളിലൊന്നും അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. പകരം അവരൊരു ഒട്ടകത്തിൻ്റെ മറവിലിരുന്ന് സംസാരിക്കും. ഖൈസ് അവൾക്ക് പുതിയ കവിതകൾ ചൊല്ലിക്കൊടുക്കും. ആ കവിതകളിലെല്ലാം ലൈലയായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. അവളുടെ കണ്ണുകളെ മരുപ്പച്ചയോടും അവളുടെ മുടിയെ രാത്രിയുടെ ഇരുളിനോടും അവൻ ഉപമിച്ചു. ലൈലയാവട്ടെ അവൻ്റെ കവിതകളിലെ ലോകത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെട്ടു. ആ വാക്കുകൾ അവൾക്ക് ചുറ്റും ഒരു മാന്ത്രിക ലോകം തീർത്തു. അവർക്കിടയിൽ പ്രായം കവിഞ്ഞൊരു അടുപ്പമുണ്ടായിരുന്നു. അത് വെറുമൊരു കുട്ടിക്കാലത്തെ സൗഹൃദമായിരുന്നില്ല, അതിനപ്പുറം മറ്റെന്തോ ആയിരുന്നു. പരസ്പരം നോക്കിയിരിക്കുമ്പോൾ പോലും അവർ സംസാരിച്ചു. കണ്ണുകൾ കൊണ്ടുള്ള ഒരു ഭാഷ അവർക്കിടയിൽ രൂപപ്പെട്ടിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. മാസങ്ങളും വർഷങ്ങളും. ഖൈസും ലൈലയും കൗമാരത്തിലേക്ക് കടന്നു. അവരുടെ ബന്ധവും വളർന്നു. ഇപ്പോൾ അത് ഗോത്രത്തിലെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. തുടക്കത്തിൽ മുതിർന്നവർ അതൊരു പുഞ്ചിരിയോടെ തള്ളിക്കളഞ്ഞു. കുട്ടികളല്ലേ, വളരുമ്പോൾ മാറിക്കോളുമെന്ന് അവർ സ്വയം പറഞ്ഞു. എന്നാൽ ഖൈസിൻ്റെ പ്രണയം അങ്ങനെയൊരു തമാശയായിരുന്നില്ല. അവൻ പോകുന്ന വഴികളിലെല്ലാം ലൈലയുടെ പേര് മന്ത്രിക്കാൻ തുടങ്ങി. അവൻ ഉറക്കെ അവളെക്കുറിച്ചുള്ള കവിതകൾ പാടി. ഗോത്രത്തിലെ മറ്റു ചെറുപ്പക്കാർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഖൈസ് മാത്രം ഒരു ഭാഗത്ത് മാറി നിന്ന് ലൈലയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. അവൻ കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും വരെ ലൈലയുടെ മുഖം കാണാൻ തുടങ്ങി. ഈ സമയത്താണ് ഗോത്രത്തിലെ ചിലർക്കിടയിൽ അടക്കം പറച്ചിലുകൾ തുടങ്ങുന്നത്. ഖൈസിൻ്റെ ശ്രദ്ധ മുഴുവൻ ലൈലയിലാണ്. ഇത് ശരിയല്ല, അവനൊരു കവിയാണ്, അവൻ്റെ ഭാവനകൾ അതിരുകടക്കുന്നു. ഒരു പെൺകുട്ടിയുടെ പേരിങ്ങനെ പരസ്യമായി പാടി നടക്കുന്നത് നമ്മുടെ ഗോത്രത്തിന് ചേർന്നതല്ല എന്നെല്ലാം ആളുകൾ പറയാൻ തുടങ്ങി.
അറേബ്യൻ ഗോത്ര നിയമങ്ങൾ വളരെ കർശനമാണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ പേര് കവിതയിലോ പാട്ടിലോ പരസ്യമായോ ഉപയോഗിക്കുന്നത് ആ സ്ത്രീയുടെ കുടുംബത്തിന് വലിയ അപമാനമായാണ് കണക്കാക്കിയിരുന്നത്. അത് അവളുടെ പരിശുദ്ധിയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമായിരുന്നു. എന്നാൽ പ്രണയം തലയ്ക്ക് പിടിച്ച ഖൈസിന് അതൊന്നും ഒരു വിഷയമായിരുന്നില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ലൈലയെ വർണ്ണിക്കുക എന്നത് സൂര്യൻ ഉദിക്കുന്നതുപോലെ സ്വാഭാവികമായൊരു കാര്യമായിരുന്നു. ലൈലയുടെ അച്ഛൻ മഹദി ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കർക്കശക്കാരനായിരുന്നു. ഗോത്രത്തിന്റെ അഭിമാനം സ്വന്തം ജീവനേക്കാൾ വലുതായി കാണുന്ന മനുഷ്യൻ. തൻ്റെ മകളുടെ പേര് ഒരു ചെറുപ്പക്കാരൻ പാടി നടക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അദ്ദേഹം ഖൈസിന്റെ പിതാവിനോട് ഇതേക്കുറിച്ച് സംസാരിച്ചു. നിങ്ങളുടെ മകനെ അടക്കി നിർത്തണം. അവൻ എൻ്റെ മകളുടെ പേരുപയോഗിച്ച് ഗോത്രത്തിൽ അപവാദം പരത്തുകയാണ്. അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഖൈസിന്റെ പിതാവ് സ്നേഹനിധിയായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം മകനെ ഉപദേശിക്കാൻ ശ്രമിച്ചു. മോനെ, നിന്റെ ഇഷ്ടം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇങ്ങനെ പരസ്യമായി അവളുടെ പേര് പാടി നടക്കുന്നത് നമുക്ക് ദോഷം ചെയ്യും. ക്ഷമയോടെ കാത്തിരിക്കൂ. സമയമാകുമ്പോൾ നമുക്കവരെ സമീപിച്ച് വിവാഹം ആലോചിക്കാം. പക്ഷേ ഖൈസിന് ക്ഷമിക്കാൻ അറിയില്ലായിരുന്നു. ലൈലയില്ലാത്ത ഒരു നിമിഷത്തെക്കുറിച്ച് അവന് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. പിതാവിൻ്റെ വാക്കുകൾ അവൻ്റെ ഒരു ചെവിയിലൂടെ കയറി മറുചെവിയിലൂടെ പുറത്തുപോയി. അവൻ വീണ്ടും കവിതകൾ എഴുതി ലൈലയുടെ പേര് കൂടുതൽ ഉച്ചത്തിൽ പാടി. ഓരോ ദിവസവും അവൻ്റെ പ്രണയം കൂടിക്കൂടി വന്നു. അത് പതിയെ പതിയെ ഒരു ലഹരിയായി മാറുകയായിരുന്നു. ലൈലയെ കാണാതെ ഒരു ദിവസം പോലും അവന് തള്ളി നീക്കാൻ കഴിയുന്നില്ലായിരുന്നു. അവളെ കാണാൻ വേണ്ടി മാത്രം അവൻ പല വഴികളും കണ്ടുപിടിച്ചു. ഇത് ലൈലയുടെ വീട്ടുകാരിൽ കൂടുതൽ ദേഷ്യമുണ്ടാക്കി. അവർ ലൈലയെ വീട്ടുതടങ്കലിലാക്കി. അവളെ പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല. അതോടുകൂടി ഖൈസിന്റെ ലോകം കീഴ്മേൽ മറിഞ്ഞു. ആ നിഷ്കളങ്കമായ കുട്ടിക്കാല പ്രണയത്തിന് മുകളിൽ ആദ്യത്തെ കരിനിഴൽ വീഴുകയായിരുന്നു. ലൈലയെ വീട്ടുതടങ്കലിലാക്കി എന്ന വാർത്ത ഖൈസിൻ്റെ ചെവിയിലെത്തുന്നത് ഒരു കാട്ടുതീ പോലെയാണ്. ആ നിമിഷം അവൻ നിന്നിടത്ത് തന്നെ തറഞ്ഞുപോയി. അവൻ്റെ ലോകം നിശ്ചലമായി. ഇന്നലെ വരെ അവൾ നടന്നുപോയ വഴികൾ, അവർ ഒരുമിച്ചിരുന്ന് സംസാരിച്ച ഈന്തപ്പനയുടെ തണൽ, വെള്ളം കോരാൻ പോകുന്ന കിണറിൻ്റെ പടവുകൾ, എല്ലാം പെട്ടെന്നൊരു ശ്മശാനമൂഖതയിൽ മുങ്ങിപ്പോയതുപോലെ അവന് തോന്നി. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ അവൻ ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും അവളുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ചുറ്റിപ്പറ്റി നിന്നു. ഒരുപക്ഷേ ജനലിൻ്റെ വിടവിലൂടെ അവളുടെ ഒരു നിഴലെങ്കിലും കാണാൻ കഴിഞ്ഞാലോ എന്നായിരുന്നു അവൻ്റെ പ്രതീക്ഷ. എന്നാൽ ലൈലയുടെ പിതാവും സഹോദരന്മാരും അവനെ ആട്ടിപ്പായിച്ചു. ചിലപ്പോൾ അവർ അവനെ കല്ലെറിഞ്ഞു, മറ്റു ചിലപ്പോൾ ഭീഷണിപ്പെടുത്തി. ഓരോ തവണ ആട്ടിയോടിക്കപ്പെടുമ്പോഴും അവൻ്റെ ഉള്ളിലെ പ്രണയത്തിൻ്റെ തീ കൂടുതൽ ആളിക്കത്തുകയായിരുന്നു. അവളെ നേരിൽ കാണാൻ കഴിയില്ലെന്ന് ഉറപ്പായതോടെ ഖൈസ് മറ്റൊരു വഴി കണ്ടെത്തി. അവൻ കവിതകൾ പാടിത്തുടങ്ങി. പക്ഷെ ഇത്തവണ അത് പ്രണയത്തിൻ്റെ മധുരം നിറഞ്ഞ വരികളായിരുന്നില്ല. അത് വിരഹത്തിൻ്റെ വേദനയിൽ നിന്നൊഴുകിയ നിലവിളികളായിരുന്നു. അവൻ്റെ ശബ്ദം ഗോത്രത്തിലെ കൂടാരങ്ങൾക്കിടയിലൂടെ അലയടിച്ചു. രാത്രിയുടെ നിശബ്ദതയിൽ അവൻ്റെ പാട്ടുകൾ കേട്ട് ആളുകൾ ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റു. തുടക്കത്തിൽ ചിലർക്ക് അവനോട് സഹതാപം തോന്നി. പാവം ചെറുപ്പക്കാരൻ, പ്രണയം അവനെ തളർത്തിക്കളഞ്ഞു, അവർ പറഞ്ഞു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും ആ സഹതാപം പതിയെ ഇല്ലാതായി. അവൻ്റെ പെരുമാറ്റത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അവൻ സ്വന്തം കാര്യങ്ങൾ നോക്കാതെയായി. കുളിക്കുകയോ നല്ല വസ്ത്രം ധരിക്കുകയോ ചെയ്തില്ല. മുടിയും താടിയും ജടപിടിച്ച് കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമായി അവൻ ഗോത്രത്തിൻ്റെ പൊതുവഴികളിലൂടെ അലഞ്ഞു നടന്നു. ചിലപ്പോൾ ആരോടുന്നില്ലാതെ ഉറക്കെ സംസാരിക്കും, മറ്റു ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും. അടുത്ത നിമിഷം നിലത്തിരുന്ന് പൊട്ടിക്കരയും. കച്ചവടക്കാർ സാധനങ്ങൾ വിൽക്കുന്ന അങ്ങാടിയിലൂടെ അവൻ നടന്നു പോകുമ്പോൾ ആളുകൾ അവനെ കണ്ട് വഴിമാറിപ്പോകാൻ തുടങ്ങി. അവൻ്റെ കണ്ണുകളിൽ ഒരു ശൂന്യതയായിരുന്നു. അവൻ ചുറ്റുമുള്ളതൊന്നും കാണുന്നില്ലായിരുന്നു. അവൻ്റെ ലോകത്ത് ലൈല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ മാറ്റങ്ങൾ കണ്ടതോടെയാണ് ഗോത്രത്തിലെ ആളുകൾ അവനെ മറ്റൊരു രീതിയിൽ നോക്കാൻ തുടങ്ങിയത്. അന്നത്തെ അറേബ്യൻ വിശ്വാസമനുസരിച്ച് ഒരു മനുഷ്യൻ
അസാധാരണമായി പെരുമാറാൻ തുടങ്ങിയാൽ അതിനർത്ഥം അവനെ ജിന്ന് ബാധിച്ചു എന്നാണ്. ജിന്ന് എന്നാൽ മനുഷ്യരുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരുതരം ആത്മാവാണ്. ജിന്ന് ബാധിച്ചാൽ പിന്നെ ആ വ്യക്തിക്ക് സ്വന്തം കാര്യങ്ങളിൽ ഒരു നിയന്ത്രണവും ഉണ്ടാകില്ല. അവർ ഭ്രാന്തമായ കാര്യങ്ങൾ ചെയ്യും. സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകാത്ത രീതിയിൽ സംസാരിക്കും. ഖൈസിന്റെ അവസ്ഥ കണ്ടപ്പോൾ മുതിർന്നവർ പരസ്പരം പറഞ്ഞു, ഇത് പ്രണയമല്ല, അവനെ ജിന്ന് ബാധിച്ചിരിക്കുന്നു. അവന്റെ പ്രണയം ഒരു മാനസികാവസ്ഥയാണെന്ന് മനസ്സിലാക്കാനുള്ള അറിവ് അന്നത്തെ സാധാരണക്കാർക്ക് ഉണ്ടായിരുന്നില്ല. അവർക്ക് മുന്നിൽ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ അണിഞ്ഞ് സ്വയം സംസാരിച്ച് ലൈലയുടെ പേര് ഉറക്കെ വിളിച്ച് കരയുന്ന ഒരു ചെറുപ്പക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനവർക്ക് ഒരു ഭ്രാന്തനായിരുന്നു. ജിന്ന് ബാധിച്ചവൻ എന്നർത്ഥം വരുന്ന മജ്നൂൻ എന്ന വാക്ക് ആളുകൾ അവനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചു തുടങ്ങി. ആദ്യം അതൊരടക്കം പറച്ചിലായിരുന്നു. കുട്ടികൾ അവനെ കണ്ട് അതാ മജ്നൂൻ പോകുന്നു എന്ന് പറഞ്ഞ് കല്ലെടുത്തെറിയാൻ തുടങ്ങി. പതിയെ പതിയെ ആ പേരവന് സ്ഥിരമായി. ആരും അവനെ ഖൈസ് എന്ന് വിളിക്കാതായി. അവന്റെ സ്വന്തം പേര് തന്നെ ആളുകൾ മറന്നുപോയി. അവൻ ലൈലയുടെ ഭ്രാന്തൻ അഥവാ മജ്നൂനായി മാറി. അതൊരു സാധാരണ പേരായിരുന്നില്ല, അതൊരു മുദ്രകുത്തലായിരുന്നു. ഗോത്രത്തിലെ ഒരു ചെറുപ്പക്കാരൻ പ്രണയം കാരണം ഭ്രാന്തനായിരിക്കുന്നു എന്ന വാർത്ത ബനു ആമിർ ഗോത്രത്തിന് വലിയ അപമാനമായി തോന്നാൻ തുടങ്ങി. ഓരോ ദിവസവും ഖൈസ് എന്ന കവി മരിക്കുകയും മജ്നൂൻ എന്ന ഭ്രാന്തൻ ജനിക്കുകയും ചെയ്യുകയായിരുന്നു. അവന്റെ പ്രണയത്തിന്റെ തീവ്രതയെ അളക്കാൻ കഴിയാതെ സമൂഹം അവനൊരു പുതിയ പേര് നൽകി, ഒരു പുതിയ വ്യക്തിത്വം ചാർത്തിക്കൊടുത്തു. ആ നിമിഷം മുതൽ അവന്റെ യഥാർത്ഥ ദുരന്തം ആരംഭിക്കുകയായിരുന്നു. ഈ മജ്നൂൻ എന്ന പേര് ഖൈസ് എങ്ങനെയാണ് സ്വീകരിച്ചതെന്നറിയാമോ? അവനത് കേട്ടില്ലെന്ന് നടിച്ചില്ല, അതിൽ ദേഷ്യപ്പെട്ടില്ല. സത്യം പറഞ്ഞാൽ അവനത് ഇഷ്ടപ്പെട്ടു. കാരണം ഖൈസ് എന്ന പേരിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവനൊരു ഗോത്രത്തിൻ്റെ ഭാഗമാണ്, ഒരു കുടുംബത്തിലെ മകനാണ്. എന്നാൽ മജ്നൂൻ എന്ന പേരിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, ലൈലയോടുള്ള ഭ്രാന്തമായ പ്രണയം. ആ പേര് കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ ലൈലയുടെ മുഖം കൂടി തെളിയും. ലൈലയുടെ മജ്നൂൻ എന്ന് കേൾക്കുന്നത് അവനൊരു ബഹുമതിയായി തോന്നി. തൻ്റെ വ്യക്തിത്വം തന്നെ അവളോടുള്ള പ്രണയത്തിൽ അലിഞ്ഞു ചേർന്നതായി അവൻ വിശ്വസിച്ചു. അവൻ സ്വയം മജ്നൂൻ എന്ന് പരിചയപ്പെടാൻ തുടങ്ങി. തൻ്റെ കവിതകളിൽ അവൻ ഒപ്പിക്കത് മജ്നൂൻ എന്ന പേരിലായിരുന്നു. സമൂഹം അവനെ കളിയാക്കാൻ ഉപയോഗിച്ച പേരിനെ അവൻ തൻ്റെ പ്രണയത്തിൻ്റെ അടയാളമാക്കി മാറ്റി. എന്നാൽ അവൻ്റെ മാതാപിതാക്കൾക്ക് ഇത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഓരോ തവണയും ആളുകൾ തങ്ങളുടെ മകനെ മജ്നൂൻ എന്ന് വിളിച്ച് കളിയാക്കുന്നത് കേട്ട് ആ അമ്മയുടെ ഹൃദയം തകർന്നുപോയി. അവൻ്റെ അച്ഛൻ, ഗോത്രത്തിലെ ബഹുമാന്യനായ മനുഷ്യൻ, ആളുകളുടെ മുന്നിൽ തലകുനിച്ചു നടക്കാൻ തുടങ്ങി. അവർ അവനെ ഒരുപാട് ചികിത്സിക്കാൻ ശ്രമിച്ചു. മന്ത്രവാദികളെയും വൈദ്യന്മാരെയും കൊണ്ടുവന്നു. അവരവൻ്റെ ശരീരത്തിൽ നിന്ന് ജിന്നിനെ ഒഴിപ്പിക്കാൻ പലതരം കർമ്മങ്ങൾ ചെയ്തു. ചിലർ അവൻ്റെ ദേഹത്ത് ചൂടുള്ള ഇരുമ്പുകൊണ്ട് പൊള്ളിച്ചു. മറ്റു ചിലർ എന്തൊക്കെയോ പച്ചിലകൾ അരച്ചു കുടിപ്പിച്ചു. പക്ഷെ ഒന്നിനും ഒരു ഫലവും ഉണ്ടായില്ല. കാരണം അവൻ്റെ അസുഖം ശരീരത്തിലായിരുന്നില്ല, മനസ്സിലായിരുന്നു. ആ മനസ്സാകട്ടെ പൂർണ്ണമായും ലൈലയ്ക്ക് സമർപ്പിക്കപ്പെട്ടതായിരുന്നു. എനിക്ക് അസുഖമൊന്നുമില്ല, അവൻ അവരോട് പറയും. എൻ്റെ ഒരേ ഒരു മരുന്ന് ലൈലയാണ്. അവളെ എനിക്ക് കൊണ്ടുതന്നാൽ എൻ്റെ എല്ലാ ഭ്രാന്തും മാറും. ഈ വാർത്തകളെല്ലാം ലൈലയുടെ കാതിലും എത്തുന്നുണ്ടായിരുന്നു. അവളുടെ കൂടാരത്തിനകത്ത് അവളൊരു തടവുകാരിയെപ്പോലെയാണ്. പുറത്ത് ഖൈസിന് എന്ത് സംഭവിക്കുന്നു എന്നവൾക്ക് നേരിട്ട് കാണാൻ കഴിയില്ല. പക്ഷേ അവളെ കാണാൻ വരുന്ന കൂട്ടുകാരികളിലൂടെയും വീട്ടിലെ ജോലിക്കാർ പറയുന്ന കാര്യങ്ങളിലൂടെയും അവളെല്ലാം അറിയുന്നുണ്ടായിരുന്നു. താൻ കാരണം ഖൈസ് മജ്നൂൻ ആയി മാറിയെന്നറിഞ്ഞപ്പോൾ അവളുടെ നെഞ്ച് പിടഞ്ഞു. ഒരു വശത്ത് തന്നോട് ഇത്രയധികം സ്നേഹമുള്ള ഒരാളുണ്ടല്ലോ എന്നോർത്ത് അവൾക്ക് അഭിമാനം തോന്നി. ലോകം മുഴുവൻ അവനെ ഭ്രാന്തനെന്ന് വിളിക്കുമ്പോഴും ആ ഭ്രാന്തിന് കാരണം താനാണല്ലോ എന്ന ചിന്തയിൽ അവൾക്ക് ഉള്ളിലൊരു സന്തോഷം തോന്നി. എന്നാൽ മറുവശത്ത് കടുത്ത കുറ്റബോധം അവളെ വേട്ടയാടി. താനാണ് അവൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. താൻ കാരണമാണ് അവൻ കല്ലേറ് കൊള്ളുന്നതും ആളുകളുടെ പരിഹാസപാത്രമാകുന്നതും. രാത്രികളിൽ അവൾ തലയിണയിൽ മുഖമമർത്തി ഒരുപാട് കരഞ്ഞു. ഖൈസിൻ്റെ വേദന അത് അവളുടെയും വേദനയായി മാറി. അവൻ്റെ കവിതകളുടെ സ്വഭാവം ഈ കാലഘട്ടത്തിൽ മാറി. മുൻപ് അവൻ്റെ കവിതകൾ നിറയെ ലൈലയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന വരികളായിരുന്നു. അവളുടെ കണ്ണുകളെയും മുടിയെയും
ചിരിയെയും മുറിച്ചായിരുന്നു അവൻ പാടിയത്. എന്നാൽ മജ്നൂൻ ആയതിനു ശേഷം അവൻ്റെ കവിതകൾ കൂടുതൽ തീവ്രമായി. അതിൽ വിരഹത്തിൻ്റെ വേദനയും നിരാശയും ലോകത്തോടുള്ള പ്രതിഷേധവും നിറഞ്ഞു. എന്നെ ഭ്രാന്തനെന്ന് വിളിക്കുന്നവരെ, പ്രണയമെന്തെന്നറിയാത്തവരാണ് നിങ്ങൾ. എൻ്റെ ലോകത്തിലെ ഒരേയൊരു വെളിച്ചം അവളാണ്. ആ വെളിച്ചം കാണാൻ കഴിയാത്ത നിങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ ഭ്രാന്ത് എന്നവൻ തൻ്റെ കവിതകളിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അവൻ്റെ വാക്കുകൾക്ക് മൂർച്ച കൂടി. അത് കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ തറയ്ക്കുന്നതായിരുന്നു. അങ്ങനെ കൈസ് എന്ന നിഷ്കളങ്കനായ കവി പൂർണ്ണമായും മരിക്കുകയും ലൈലയോടുള്ള പ്രണയത്താൽ ഭ്രാന്തനായ, എന്നാൽ ആ ഭ്രാന്തിനെ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്ന മജ്നൂൻ എന്ന ഇതിഹാസ കഥാപാത്രം ജനിക്കുകയും ചെയ്തു. ഖൈസ് എന്ന പേര് ഓർമ്മകളിൽ ലയിക്കുകയും മജ്നൂൻ എന്ന യാഥാർത്ഥ്യം ബനു ആമിർ ഗോത്രത്തിൽ ഒരു കരിനുഴലായി മാറുകയും ചെയ്തതോടെ അവൻ്റെ മാതാപിതാക്കളുടെ ഹൃദയത്തിലെ അവസാന പ്രതീക്ഷയും വറ്റിത്തുടങ്ങി. തങ്ങളുടെ കൺമുന്നിൽ വെച്ച് മകൻ സ്വയം ഉരുകിത്തീരുന്നത് അവർക്ക് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നു. വൈദ്യന്മാർ കൈയൊഴിഞ്ഞു. മന്ത്രവാദികൾ തോൽവി സമ്മതിച്ചു. ഇനിയൊരൊറ്റ വഴിയേ അവരുടെ മുന്നിൽ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഒരു പക്ഷേ ഈ ഭ്രാന്തിൻ്റെ യഥാർത്ഥ കാരണമായ ലൈലയെ തന്നെ അവന് നേടിക്കൊടുത്താൽ അവൻ്റെ ജീവിതം തിരികെ കിട്ടിയാലോ? അതൊരു ദുർബലമായ പ്രതീക്ഷയായിരുന്നു. എങ്കിലും ഒരച്ഛനും അമ്മയ്ക്കും തങ്ങളുടെ മകനെ അങ്ങനെയങ്ങ് മരണത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ലല്ലോ. ഖൈസിൻ്റെ പിതാവ് ഗോത്രത്തിലെ മറ്റു തലമുതിർന്നവരുമായി സംസാരിച്ചു. നമുക്ക് ഔദ്യോഗികമായി ലൈലയുടെ വീട്ടിൽ പോയി വിവാഹം ആലോചിക്കാം. ഒരുപക്ഷെ നമ്മുടെ അപേക്ഷ അവർ സ്വീകരിച്ചേക്കാം. 2 കുടുംബങ്ങൾ ഒന്നിക്കുന്നതോടെ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചേക്കാം. മുതിർന്നവർക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ടായി. അതത്ര എളുപ്പമാവില്ല. ഖൈസ് ഇതിനോടകം തന്നെ അവരുടെ കുടുംബത്തിന് ഒരുപാട് അപമാനം വരുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ ഒരാൾ പറഞ്ഞു, എന്നാലും ഇതല്ലാതെ മറ്റൊരു വഴിയില്ലല്ലോ. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ രക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കണം. മറ്റൊരാൾ വാദിച്ചു. അവസാനം ഖൈസിൻ്റെ പിതാവിനോടൊപ്പം ഗോത്രത്തിലെ ഏറ്റവും ബഹുമാന്യരായ കുറച്ച് ആളുകളെയും കൂട്ടി ലൈലയുടെ പിതാവായ മഹദിയെ കാണാൻ പോകാൻ അവർ തീരുമാനിച്ചു. അതൊരു സാധാരണ സന്ദർശനമായിരുന്നില്ല. ഒരു ഗോത്രത്തിലെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിൻ്റെ തലവനെ കാണാൻ പോവുകയാണ്. ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിച്ച് വിലപിടിപ്പുള്ള സമ്മാനങ്ങളുമായിട്ടാണ് അവർ യാത്ര തിരിച്ചത്. ഖൈസിൻ്റെ പിതാവ് തൻ്റെ ഏറ്റവും നല്ല ഒട്ടകങ്ങളെയും പേർഷ്യൻ പരവന്താനികളും സുഗന്ധദ്രവ്യങ്ങളും സമ്മാനമായി കരുതിയിരുന്നു. ഒരു മകളുടെ വിലയായിട്ടല്ല, മറിച്ച് തങ്ങളുടെ അപേക്ഷയുടെ ആത്മാർത്ഥത ബോധിപ്പിക്കാനായിരുന്നു അത്. അവർ ലൈലയുടെ കൂടാരത്തിനടുത്തെത്തിയപ്പോൾ മഹദിയും സഹോദരന്മാരും അവരെ സ്വീകരിക്കാൻ പുറത്തു വന്നു നിന്നിരുന്നു. അവരുടെ മുഖത്ത് പക്ഷേ ഒരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. ഗൗരവം നിറഞ്ഞ കല്ലുപോലുള്ള മുഖഭാവമായിരുന്നു എല്ലാവർക്കും. അകത്ത് നിലത്തു വിരിച്ച പരവതാനിയിലിരുന്ന് ഔപചാരികമായ കുശലാന്വേഷണങ്ങൾക്ക് ശേഷം ഖൈസിൻ്റെ പിതാവ് വിഷയം അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടറിയിരുന്നു. മഹദി, നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ മകൻ്റെ അവസ്ഥ. അവൻ നിങ്ങളുടെ മകളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും നിങ്ങൾക്കറിയാം. ആ സ്നേഹം അവനൊരു ഭാരമായി മാറിയിരിക്കുന്നു. അവൻ്റെ ജീവൻ തന്നെ അപകടത്തിലാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു യാചകനായി വന്നിരിക്കുകയാണ്. എൻ്റെ മകനു വേണ്ടി നിങ്ങളുടെ മകൾ ലൈലയുടെ കൈ തരണം. ഈ വിവാഹം നടന്നാൽ എൻ്റെ മകനെ എനിക്ക് തിരികെ ലഭിക്കും. ഈ 2 കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്യും. അവൾ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ ജീവിച്ചത്, അതിനേക്കാൾ സന്തോഷത്തോടെ എൻ്റെ വീട്ടിൽ ജീവിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. അദ്ദേഹം പറഞ്ഞു നിർത്തിയപ്പോൾ കൂടാരത്തിനകത്ത് ശ്മശാനമൂകതയായിരുന്നു. പുറത്ത് വീശുന്ന കാറ്റിൻ്റെ ശബ്ദം മാത്രം കേൾക്കാം. മഹദി കുറേ നേരം ഒന്നും മിണ്ടാതെ നിലത്തേക്ക് നോക്കിയിരുന്നു. എന്നിട്ട് പതുക്കെ തലയുയർത്തി. ആ കണ്ണുകളിൽ ദയയുടെ ഒരു കണിക പോലുമില്ലായിരുന്നു. നിങ്ങൾ എൻ്റെ അതിഥികളാണ്. നിങ്ങളെ ബഹുമാനിക്കേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ കേട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു തുടങ്ങി. നിങ്ങളുടെ മകന് എൻ്റെ മകളോട് സ്നേഹമുണ്ടെന്ന് നിങ്ങൾ പറയുന്നു. അതിനെയാണോ നിങ്ങൾ സ്നേഹമെന്ന് വിളിക്കുന്നത്? ഒരു പെൺകുട്ടിയുടെ പേര് അങ്ങാടിപ്പാട്ടാക്കി കവിതകൾ പാടി നാടുനീളം നടന്ന് അവരുടെ കുടുംബത്തിന് അപമാനം വരുത്തി വയ്ക്കുന്നതിനെയാണോ സ്നേഹമെന്ന് പറയുന്നത്? ഓരോ വാക്കും ഒരു ചാട്ടവാർ അടി പോലെയാണ് ഖൈസിൻ്റെ പിതാവിൻ്റെ ഹൃദയത്തിൽ കൊണ്ടത്. അവൻ ചെറുപ്പമാണ്. അവൻ്റെ പ്രണയത്തിൻ്റെ തീവ്രതയിൽ അവൻ ചെയ്തു പോയതാണ്. വിവാഹം കഴിഞ്ഞാൽ അവൻ മാറും. അദ്ദേഹം ദുർബലമായി പ്രതിരോധിക്കാൻ ശ്രമിച്ചു. മാറുമെന്നോ?
മെഹ്ദി പുച്ഛത്തോടെ ചിരിച്ചു. അവനിപ്പോൾ വെറുമൊരു കവിയല്ല, അവനൊരു മജ്നൂനാണ്, ഒരു ഭ്രാന്തൻ. ലോകം മുഴുവൻ അവനെ അങ്ങനെയാണ് വിളിക്കുന്നത്. എൻ്റെ മകളെ, എൻ്റെ രക്തത്തെ ഒരു ഭ്രാന്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ കൊണ്ടുവന്ന ഈ സമ്മാനങ്ങളെല്ലാം എനിക്ക് പുല്ലുവിലയാണ്. എൻ്റെ മകളുടെ അഭിമാനമാണ് എനിക്ക് ഏറ്റവും വലുത്. നിങ്ങളുടെ മകൻ കാരണം ആ അഭിമാനത്തിന് ഇതിനോടകം തന്നെ കളങ്കം സംഭവിച്ചു കഴിഞ്ഞു. ഇനിയും അത് സഹിക്കാൻ എനിക്ക് വയ്യ. മെഹ്ദിയുടെ ശബ്ദം കൂടാരത്തിൽ മുഴങ്ങി. എൻ്റെ മകളുടെ പേര് നിങ്ങളുടെ മകൻ തെരുവിലുടനീളം പാടി നടന്നപ്പോൾ നഷ്ടപ്പെട്ട അഭിമാനം നിങ്ങൾ കൊണ്ടുവന്ന ഈ ഒട്ടകങ്ങൾ തിരിച്ചു തരുമോ? ഒരു പെൺകുട്ടിയുടെ പേര്, അവളുടെ അഭിമാനം, അത് ഞങ്ങളുടെ ഗോത്രത്തിൽ ഒരു നിധി പോലെയാണ് സൂക്ഷിക്കുന്നത്. അത് പുറംലോകം അറിയേണ്ടത് വിവാഹശേഷമാണ്, അവളുടെ ഭർത്താവിലൂടെയാണ്. നിങ്ങളുടെ മകൻ ആ നിയമത്തെയാണ് ലംഘിച്ചത്. അവൻ എൻ്റെ മകളെ ലോകത്തിനു മുന്നിൽ ഒരു വിലക്കുറഞ്ഞ വസ്തുവാക്കി മാറ്റി. ഇനിയൊരു പുരുഷനും അവളെ വിവാഹം കഴിക്കാൻ മുന്നോട്ട് വരണമെന്നില്ല. കാരണം അവളുടെ പേര് ഇതിനോടകം തന്നെ മറ്റൊരു പുരുഷനുമായി ചേർക്കപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. അത് ആ സംഭാഷണം അവസാനിച്ചു എന്നതിൻ്റെ സൂചനയായിരുന്നു. അതുകൊണ്ട് ഈ ബന്ധം നടക്കില്ല, ഒരിക്കലും നടക്കില്ല. ഇനി ഒരിക്കലും ഈ വിഷയവുമായി എൻ്റെ കൂടാരത്തിൻ്റെ പടി ചവിട്ടരുത്. നിങ്ങളുടെ മകനോട് പറയുക, അവൻ എൻ്റെ മകളുടെ പേര് ഇനിമേലിൽ ഉച്ചരിക്കരുത്. അവൾ അവന് മരിച്ചതിന് തുല്യമാണ്. ആ വാക്കുകൾ കേട്ട് ഖൈസിൻ്റെ പിതാവും കൂടെ വന്നവരും തകർന്നുപോയി. ഒരു വാക്കുപോലും മറുപടി പറയാനാവാതെ അവർ എഴുന്നേറ്റു. കൊണ്ടുവന്ന സമ്മാനങ്ങൾ അവിടെ തന്നെ ഉപേക്ഷിച്ച് തലകുനിച്ച് അവർ പുറത്തേക്ക് നടന്നു. ആ മടക്കയാത്ര നിശബ്ദമായിരുന്നു. ഓരോരുത്തരുടെയും മനസ്സിൽ മെഹ്ദിയുടെ വാക്കുകൾ ഒരു തീക്കനൽ പോലെ എരിയുന്നുണ്ടായിരുന്നു. ഒരു പിതാവിൻ്റെ ഹൃദയം അവിടെ വെച്ച് 1000 കഷ്ണങ്ങളായി നുറുങ്ങിപ്പോയിരുന്നു. തൻ്റെ മകൻ്റെ അവസാനത്തെ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുന്നു. കൂടാരത്തിൻ്റെ മറവിൽ നിന്ന് ഇതെല്ലാം കേൾക്കുകയായിരുന്നു ലൈല. ഓരോ വാക്കും മുള്ളുപോലെ അവളുടെ ഹൃദയത്തിൽ തറച്ചു കയറി. അച്ഛൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് അവൾക്കറിയാം. ഗോത്രത്തിൻ്റെ നിയമങ്ങൾ അങ്ങനെയാണ്. പക്ഷേ ഖൈസിൻ്റെ അവസ്ഥയോർത്തപ്പോൾ അവളുടെ ഹൃദയം പിടഞ്ഞു. അവൾക്ക് പുറത്തേക്ക് ഓടിച്ചെന്ന്, എനിക്കിഷ്ടമാണ്, എന്നെ അവനെ വിവാഹം കഴിപ്പിച്ചു തരൂ എന്ന് അലറി വിളിക്കാൻ തോന്നി. പക്ഷേ അവൾക്കതിന് കഴിയില്ലായിരുന്നു. ഒരു മകൾക്ക് അവളുടെ പിതാവിനെ ധിക്കരിക്കാൻ കഴിയാത്ത ടാലമായിരുന്നു അത്. അവൾ ശബ്ദമില്ലാതെ കരഞ്ഞു. അവളുടെ കണ്ണുനീർ കൂടാരത്തിലെ മണലിൽ വീണ് അപ്രത്യക്ഷമായി. വീട്ടിൽ തിരിച്ചെത്തിയ പിതാവ് കാണുന്നത് ദൂരെ ഒരു പാറപ്പുറത്ത് ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന മജ്നൂനെയാണ്. അവൻ്റെ കണ്ണുകൾ ഒരിടത്തും ഉറയ്ക്കുന്നില്ലായിരുന്നു. പിതാവ് പതുക്കെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. എങ്ങനെയാണ് ഈ വാർത്ത അവനോട് പറയേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹം അവൻ്റെ തോളിൽ കൈവച്ചു. മോനെ. ആ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി. മജ്നൂൻ പതുക്കെ തിരിഞ്ഞു നോക്കി. അവൻ്റെ കണ്ണുകളിൽ ഒരു ഭാവവ്യത്യാസവുമില്ലായിരുന്നു. അവർ സമ്മതിച്ചില്ല അല്ലേ? അവൻ ചോദിച്ചു. അതൊരു ചോദ്യമായിരുന്നില്ല, ഒരു പ്രസ്താവനയായിരുന്നു. പിതാവ് വേദനയോടെ തലയാട്ടി. മകൻ ഇപ്പോൾ പൊട്ടിക്കരയുമെന്നോ ദേഷ്യപ്പെടുമെന്നോ അദ്ദേഹം കരുതി. പക്ഷേ മജ്നൂൻ ചിരിക്കുകയാണ് ചെയ്തത്. അതൊരു സാധാരണ ചിരിയായിരുന്നില്ല. അതിൽ വേദനയും പുച്ഛവുമെല്ലാം കലർന്നിരുന്നു. എനിക്കറിയാമായിരുന്നു, അവൻ പറഞ്ഞു. ഈ ലോകം നമ്മളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല. നമ്മുടെ പ്രണയം മനസ്സിലാക്കാൻ ഇവർക്കാർക്കും കഴിയില്ല. ഇവരുടെ നിയമങ്ങളും ചട്ടങ്ങളും സ്നേഹത്തിനു വേണ്ടിയുള്ളതല്ല. അവൻ പതുക്കെ എഴുന്നേറ്റ് നിന്നു. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ കാറ്റിൽ പറക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ വിഷമിക്കണ്ട, ലൈല എൻ്റേതാണ്. ഈ ലോകത്തല്ലെങ്കിൽ മറ്റേതോ ലോകത്ത് അവൾ എൻ്റേതായിരിക്കും. അത്രയും പറഞ്ഞ് അവൻ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഗോത്രത്തിൻ്റെ അതിരുകൾ ലക്ഷ്യമാക്കി ആൾതാമസമില്ലാത്ത മരുഭൂമിയുടെ അനന്തതയിലേക്ക്. പിതാവ് അവനെ പിന്നിൽ നിന്ന് വിളിച്ചു. മൂനെ, എങ്ങോട്ടാ? മജ്നൂൻ തിരിഞ്ഞു നോക്കിയില്ല. എൻ്റെ ലോകത്തേക്ക്. അവൻ്റെ നേർത്ത ശബ്ദം കാട്ടിൽ അലിഞ്ഞു ചേർന്നു. ആ നിമിഷം ലൈലയുടെ വീട്ടുകാരുടെ തിരസ്കാരം അവൻ്റെ അവസാനത്തെ പ്രതീക്ഷയുടെ നൂലിനെയും പൊട്ടിച്ചെറിഞ്ഞിരുന്നു. അവൻ ഇനി ബനു ആമിർ ഗോത്രത്തിലെ ഖൈസല്ല, കുടുംബത്തിൻ്റെ ഭാഗമല്ല, സമൂഹത്തിൻ്റെ കണ്ണിയല്ല. അവൻ മജ്നൂൻ മാത്രമാണ്. പ്രണയം തിരസ്കരിക്കപ്പെട്ട, ലോകം വെറുത്ത ഭ്രാന്തൻ. ഗോത്രത്തിൻ്റെ അതിർത്തി കടന്ന് മജ്നൂൻ മരുഭൂമിയിലേക്ക് നടന്നു മറഞ്ഞ ആ നിമിഷം അവൻ ഖൈസ് എന്ന മനുഷ്യൻ്റെ അവസാനത്തെ കണികയും അവിടെ ഉപേക്ഷിക്കുകയായിരുന്നു.
അതൊരു ഒളിച്ചോട്ടമായിരുന്നില്ല, മറിച്ച് ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. തന്നെയും തൻ്റെ പ്രണയത്തെയും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു സമൂഹത്തിൽ നിന്ന്, നിയമങ്ങളുടെയും വിലക്കുകളുടെയും കൂടാരങ്ങളിൽ നിന്ന് അവൻ സ്വയം മോചിപ്പിക്കുകയായിരുന്നു. അവൻ്റെ മുന്നിൽ അനന്തമായി പറന്നുകിടക്കുന്ന മരുഭൂമി അവനൊരു ഭീഷണിയായി തോന്നിയില്ല, മറിച്ച് അതൊരു അഭയകേന്ദ്രമായിരുന്നു. അവിടെ അവനെ ജഡ്ജ് ചെയ്യാൻ ആളുകളില്ല, അവനെ ഭ്രാന്തനെന്ന് വിളിച്ച് കളിയാക്കാൻ കുട്ടികളില്ല, അവൻ്റെ പ്രണയത്തെ വിലക്കാൻ നിയമങ്ങളില്ല. മരുഭൂമി അവനെ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചു. പകൽ സമയങ്ങളിൽ സൂര്യനൊരു തീഗോളം പോലെ കത്തിജ്വലിച്ചു, മണൽത്തരികൾ സ്വർണം പോലെ തിളങ്ങി. സാധാരണ മനുഷ്യർക്ക് ആ ചൂട് സഹിക്കാൻ കഴിയില്ല, അവർ തണൽ തേടി ഓടും. എന്നാൽ മജ്നൂൻ ആ വെയിലത്ത് മണിക്കൂറുകളോളം നടന്നു. വിയർപ്പുകണങ്ങൾ അവൻ്റെ മെലിഞ്ഞ ശരീരത്തിലൂടെ ഒഴുകിയിറങ്ങി ഉണങ്ങിപ്പിടിച്ചു. അവൻ്റെ തൊല്ലി കരിവാളിച്ച് ഒരുണങ്ങിയ മരത്തൊലി പോലെയായി. അവനതറിഞ്ഞില്ല, കാരണം അവൻ്റെ ഉള്ളിലെ വിരഹത്തിൻ്റെ തീയിനേക്കാൾ വലുതായിരുന്നില്ല പുറത്തെ സൂര്യൻ്റെ ചൂട്. രാത്രിയാവുമ്പോൾ മരുഭൂമി തണുത്തുറയും. ആകാശത്ത് ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ഒരു വജ്രക്കമ്പളം വിരിച്ചതുപോലെ തിളങ്ങും. ആ തണുപ്പിൽ ഒരു പുതപ്പില്ലാതെ പാറപ്പുറത്തോ മണലിലോ കിടന്ന് അവൻ ഉറങ്ങാൻ ശ്രമിച്ചു. എന്നാൽ ഉറക്കം അവനിൽ നിന്ന് അകന്നു നിന്നു. അവൻ്റെ ചിന്തകൾ മുഴുവൻ ലൈലയായിരുന്നു. അവൻ്റെ ദിനചര്യകൾക്ക് ഒരു ചിട്ടയും ഉണ്ടായിരുന്നില്ല. വിശക്കുമ്പോൾ അവൻ മരുഭൂമിയിൽ വളരുന്ന കയ്പുള്ള പഴങ്ങൾ കഴിച്ചു. ദാഹിക്കുമ്പോൾ ദൂരെ എവിടെയെങ്കിലും കാണുന്ന മരുപ്പച്ചകൾ തേടി നടന്നു. ചിലപ്പോൾ ദിവസങ്ങളോളം അവനൊന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തില്ല. അവൻ്റെ ശരീരം മെലിഞ്ഞുണങ്ങി, വാരിയെല്ലുകൾ പുറത്തേക്ക് തള്ളി. അവൻ്റെ നീണ്ട മുടിയും താടിയും കാറ്റിൽ പറന്ന് ജടപിടിച്ചു. വസ്ത്രങ്ങൾ പലയിടത്തും കീറിപ്പറിഞ്ഞ് അവൻ്റെ ശരീരത്തോടൊട്ടിച്ചേർന്നു. കാഴ്ചയിൽ അവനൊരു മനുഷ്യരൂപമായിരുന്നില്ല, മറിച്ച് മരുഭൂമിയിലെ ഒരാത്മാവിനെ പോലെയായിരുന്നു. ഈ ഏകാന്തതയിൽ അവന് കൂട്ടുണ്ടായിരുന്നത് അവൻ്റെ കവിതകൾ മാത്രമായിരുന്നു. അവൻ്റെ മനസ്സിൽ വാക്കുകൾ ഒരു പ്രവാഹം പോലെ വന്നുകൊണ്ടിരുന്നു. അവനത് എവിടെയെല്ലാമാണ് കുറിച്ചിട്ടതെന്നോ. കൂർത്ത കല്ലുകളെടുത്ത് അവൻ പാറപ്പുറങ്ങളിൽ ലൈലയുടെ പേരെഴുതി. ആ പേരിനു ചുറ്റും അവളെ വർണ്ണിക്കുന്ന കവിതകൾ കുത്തിവെച്ചു. ചിലപ്പോൾ മണലിൽ വിരലുകൊണ്ട് കവിതകൾ എഴുതി. അടുത്ത നിമിഷം ഒരു കാറ്റ് വന്ന് അതിനെ മായ്ച്ചു കളയുന്നത് നോക്കി അവൻ നിർവികാരനായിരിക്കും. കാരണം ആ കവിതകൾ മറ്റുള്ളവർക്ക് വായിക്കാനുള്ളതായിരുന്നില്ല. അത് ലൈലയോടുള്ള അവൻ്റെ സംഭാഷണങ്ങളായിരുന്നു, പ്രപഞ്ചത്തോടുള്ള അവൻ്റെ പ്രാർത്ഥനകളായിരുന്നു. ഓ കാറ്റേ, നീ എൻ്റെ പ്രിയതമയുടെ കൂടാരത്തിന് മുകളിലൂടെയാണോ പറന്നു പോകുന്നത്? എങ്കിൽ എൻ്റെ ഈ സന്ദേശം അവൾക്ക് നൽകാമോ? പറയണം, അവളെ ഓർത്ത് ഉരുകുന്ന ഒരു ഹൃദയം ഈ മരുഭൂമിയിലുണ്ടെന്ന്. അവൻ കാറ്റിനോട് സംസാരിച്ചു. ഓ മാനുകളെ, നിങ്ങളുടെ കണ്ണുകൾക്ക് എൻ്റെ ലൈലയുടെ കണ്ണുകളുടെ ഭംഗിയുണ്ടല്ലോ. അവൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അവൾ സുഖമായിരിക്കുന്നോ? അവൻ അതുവഴി പോകുന്ന മാനുകളോട് ചോദിച്ചു. അവൻ്റെ ലോകം മാറിത്തുടങ്ങിയിരുന്നു. മനുഷ്യരുടെ ഭാഷ അവന് പതിയെ അന്യമായി. പകരം അവൻ മരുഭൂമിയിലെ ശബ്ദങ്ങളെ കേൾക്കാൻ പഠിച്ചു. കാറ്റിൻ്റെ സംഗീതം, മണൽത്തരികൾ നീങ്ങുന്നതിൻ്റെ ശബ്ദം, രാത്രിയിൽ ദൂരെ കുറുക്കന്മാർ ഓരിയിടുന്നത്, ഇതെല്ലാമായിരുന്നു അവൻ്റെ പുതിയ ഭാഷ. അവൻ്റെ കവിതകളുടെ സ്വഭാവത്തിലും മാറ്റം വന്നു. അത് ലൈലയെക്കുറിച്ചുള്ള വർണ്ണനകൾ മാത്രമായിരുന്നില്ല, അതിൽ തത്വചിന്തകൾ നിറഞ്ഞു. സ്നേഹത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമുള്ള അവൻ്റെ കാഴ്ചപ്പാടുകൾ ആ കവിതകളിൽ പ്രതിഫലിച്ചു. അവൻ സമൂഹത്തെ ചോദ്യം ചെയ്തു. സ്നേഹിക്കുന്നവരെ ഭ്രാന്തന്മാരെന്ന് വിളിക്കുന്ന നിങ്ങളാണോ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവർ എന്നവൻ പാറകളിൽ കോറിയിട്ടു. എന്നാൽ അവൻ്റെ ഏകാന്തത അത്ര പൂർണ്ണമായിരുന്നില്ല. ചിലപ്പോഴൊക്കെ അതുവഴി പോകുന്ന കച്ചവട സംഘങ്ങൾ അവനെ ദൂരെ നിന്ന് കാണുമായിരുന്നു. ഒരു കുന്നിൻ്റെ മുകളിൽ ചക്രവാളത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു രൂപം. ആദ്യം അവർ കരുതും അതൊരു ജിന്നാണെന്ന്. എന്നാൽ അടുത്തു വരുമ്പോൾ അവർക്ക് മനസ്സിലാവും അതൊരു മനുഷ്യനാണെന്ന്. കീറിപ്പറിഞ്ഞ തുണി കൊണ്ട് മറച്ച ഒരു അസ്ഥികൂടം. അവർ അവനോട് വെള്ളം വേണോ ഭക്ഷണമോ വേണോ എന്ന് ചോദിക്കും. ചിലപ്പോൾ കുറച്ചു കാരക്കയോ റൊട്ടിയോ അവന് നേരെ നീട്ടും. എന്നാൽ മജ്നൂൻ അതൊന്നും ശ്രദ്ധിക്കില്ല. അവൻ്റെ കണ്ണുകൾ ശൂന്യമായിരിക്കും.
അവൻ അവരെ കാണുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. പകരം അവൻ അവരോട് ചോദിക്കും, നിങ്ങൾ ബനു ആമിർ ഗോത്രത്തിൻ്റെ വഴിയെയാണോ വരുന്നത്? നിങ്ങൾ ലൈല എന്ന പെൺകുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും കേട്ടോ? അവൻ്റെ ചോദ്യം കേട്ട് കച്ചവടക്കാർക്ക് കാര്യം മനസ്സിലാവും. ഇതാണ് കഥകളിൽ കേട്ട ആ മജ്നൂൻ. അവർ അവന് ദാനമായി നൽകിയ ഭക്ഷണം അവിടെ വെച്ച് യാത്ര തുടരും. പിന്നീട് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും എത്തുമ്പോൾ അവർ ഈ കണ്ടുമുട്ടലിനെക്കുറിച്ച് പറയും. ഞങ്ങൾ മജ്നൂനെ കണ്ടു, അവൻ ജീവനോടെയുണ്ട്, ഇപ്പോഴും ലൈലയെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. അവൻ പാറകളിൽ കൊത്തിവെച്ച കവിതകൾ പകർത്തിയെടുത്ത് മറ്റുള്ളവരെ ചൊല്ലിക്കേൾപ്പിച്ചു. അങ്ങനെ മജ്നൂൻ മരുഭൂമിയിൽ ഏകാന്തനായി ജീവിക്കുമ്പോഴും അവൻ്റെ കവിതകൾ അറേബ്യ മുഴുവൻ സഞ്ചരിക്കാൻ തുടങ്ങി. അവൻ്റെ പ്രണയത്തിൻ്റെ തീവ്രതയും അവൻ്റെ വാക്കുകളുടെ സൗന്ദര്യവും ആളുകളെ അത്ഭുതപ്പെടുത്തി. അവനൊരു ഭ്രാന്തനായിരുന്നില്ല, മറിച്ച് പ്രണയത്തിൻ്റെ ദൈവികമായ രൂപമാണെന്ന് ചിലർ വിശ്വസിക്കാൻ തുടങ്ങി. അവൻ്റെ കവിതകൾ സാധാരണ പ്രണയകവിതകൾ പോലെ അല്ലായിരുന്നു. അതിലൊരുതരം ആത്മീയതയുണ്ടായിരുന്നു. ലൈല എന്ന വ്യക്തിയേക്കാൾ ഉപരി പ്രണയമെന്ന ആശയത്തെ തന്നെയാണ് അവൻ ആരാധിക്കുന്നത് എന്ന് തോന്നിപ്പോകും. പക്ഷേ ഈ ലോകം തന്നെക്കുറിച്ച് എന്തു പറയുന്നുവെന്നോ തൻ്റെ കവിതകൾ എത്ര പേർ പാടി നടക്കുന്നുവെന്നോ മജ്നൂൻ അറിഞ്ഞില്ല. അതവൻ്റെ വിഷയമായിരുന്നില്ല. അവൻ്റെ ലോകത്ത് അവനും അവൻ്റെ ലൈലയെക്കുറിച്ചുള്ള ഓർമ്മകളും പിന്നെ ഈ മരുഭൂമിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ ഒരു മരീചിക കാണുമ്പോൾ അത് ലൈല തന്നെ കാണാൻ വരുന്നതാണെന്ന് അവൻ തെറ്റിദ്ധരിക്കും. അങ്ങോട്ട് ഓടിച്ചെല്ലുമ്പോൾ മുന്നിൽ ശൂന്യമായ മണൽക്കാട് മാത്രം കണ്ട് അവൻ നിരാശനാകും. ചിലപ്പോൾ രാത്രിയിൽ ആഞ്ഞടിക്കുന്ന മണൽക്കാറ്റ് ലൈലയുടെ ദേഷ്യമാണെന്ന് അവൻ കരുതും. ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് എന്ന് ചോദിച്ച് അവൻ കാറ്റിനോട് കെഞ്ചും. അവൻ സമൂഹത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ചു. മനുഷ്യരുമായുള്ള അവൻ്റെ അവസാനത്തെ കണ്ണിയും അറ്റുപോയിരുന്നു. അവനൊരു പേരോ ഗോത്രമോ കുടുംബമോ ഇല്ലായിരുന്നു. അവൻ മരുഭൂമിയുടെ ഭാഗമായി മാറി. അവിടത്തെ പാറകളെപ്പോലെ കഠിനനും മണൽത്തരികളെപ്പോലെ ഏകാഗിയുമായിരുന്നു അവൻ. ഖൈസ് എന്ന ചെറുപ്പക്കാരൻ ഒരു കവിയായിരുന്നു. എന്നാൽ മജ്നൂൻ കവിതയുടെ ആത്മാവ് തന്നെയായിരുന്നു. അവൻ ജീവിച്ചത് കവിതയിലാണ്, ശ്വാസമെടുത്തത് കവിതയിലാണ്. അങ്ങനെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയുടെ ഹൃദയത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ പ്രണയകാവ്യങ്ങളിലൊന്ന് രചിക്കപ്പെടുകയായിരുന്നു. രക്തവും മാംസവുമുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതം കൊണ്ട്. അവൻ്റെ ഓരോ ശ്വാസവും ലൈല എന്ന പേരിനു വേണ്ടിയായിരുന്നു. മജ്നൂൻ മരുഭൂമിയുടെ ഏകാന്തതയിൽ അലിഞ്ഞു ചേർന്നപ്പോൾ ബനു ആമിർ ഗോത്രത്തിലെ ലൈലയുടെ കൂടാരത്തിനകത്ത് സമയം നിശ്ചലമായി പോയിരുന്നു. പുറം ലോകത്തിന് അവൾ ആരുടെയൊക്കെയോ മകളും സഹോദരിയുമായിരുന്നു. എന്നാൽ ആ കൂടാരത്തിൻ്റെ തുണികൾക്കുള്ളിൽ അവൾ ഒരു തടവുകാരിയായിരുന്നു. അവളുടെ അച്ഛൻ മഹദിയുടെയും സഹോദരന്മാരുടെയും കണ്ണുകൾ അവളെ ഒരു പരുന്തിനെ പോലെ ചുറ്റിപ്പറന്നു. അവളുടെ ഓരോ ചലനവും നിരീക്ഷിക്കപ്പെട്ടു. അവൾ ആരോട് സംസാരിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നെല്ലാം അവർ അറിയാൻ ശ്രമിച്ചു. കാരണം മജ്നൂൻ ഗോത്രത്തിന് പുറത്തുപോയെങ്കിലും അവൻ സൃഷ്ടിച്ച അപവാദത്തിൻ്റെ കരിനിഴൽ ആ കുടുംബത്തിന് മുകളിൽ നിന്ന് മാഞ്ഞുപോയിരുന്നില്ല. ലൈലയുടെ അച്ഛൻ മഹദിക്ക് രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയായിരുന്നു: എങ്ങനെ ഈ അപമാനം മായ്ച്ചു കളയും? തൻ്റെ മകളുടെ പേരൊരു ഭ്രാന്തനുമായി ചേർത്താണ് ആളുകൾ സംസാരിക്കുന്നത്. ഇത് തുടർന്നാൽ മറ്റൊരു നല്ല കുടുംബത്തിൽ നിന്ന് അവൾക്കൊരു വിവാഹാലോചന പോലും വരില്ല. ഒരു മകളെ വിവാഹം കഴിപ്പിച്ചയക്കുക എന്നത് അക്കാലത്ത് ഒരു പിതാവിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിലൊന്നായിരുന്നു. അത് വെറുമൊരു ചടങ്ങല്ല, ഗോത്രങ്ങൾ തമ്മിലുള്ള ബന്ധമുറപ്പിക്കുന്ന, കുടുംബത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കുന്ന ഒരു ഉടമ്പടിയാണ്. ഈ സാഹചര്യത്തിൽ തൻ്റെ മകളെ എത്രയും പെട്ടെന്ന് ഒരു നല്ലവന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക എന്നത് മാത്രമായിരുന്നു മഹദിയുടെ മുന്നിലുള്ള ഏക പോംവഴി. അതൊരു സാധാരണ വിവാഹമായാൽ പോരാ, അതെല്ലാവരും ബഹുമാനിക്കുന്ന സമ്പന്നനായ മറ്റൊരു പ്രമുഖ ഗോത്രത്തിൽ നിന്നുള്ള ഒരാളുമായിട്ടാവണം. എങ്കിൽ മാത്രമേ മജ്നൂൻ ഉണ്ടാക്കിയ കളങ്കം പൂർണ്ണമായി മാഞ്ഞു പോവുകയുള്ളൂ. അങ്ങനെയിരിക്കെയാണ് ആ വിവാഹാലോചന വരുന്നത്. അയൽഗോത്രമായ ബനു തക്കീഫിൽ ഒരു പ്രമുഖനായിരുന്നു ഇബ്നു സലാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സമാധാനത്തിൻ്റെ പുത്രൻ. അയാൾ സുമുഖനായിരുന്നു, ധനികനായിരുന്നു, ഗോത്രത്തിൽ നല്ല പേരുള്ളവനായിരുന്നു. അന്നത്തെ ഒരു പെർഫെക്റ്റ് മാരേജ് മെറ്റീരിയൽ. ആളുകളോട് മാന്യമായി പെരുമാറും, കച്ചവടത്തിൽ മിടുക്കനാണ്,
ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിൽ നല്ലൊരു മധ്യസ്ഥനാണ്. ചുരുക്കി പറഞ്ഞാൽ, ഒരു പിതാവ് തൻ്റെ മകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ ഗുണങ്ങളും അയാൾക്കുണ്ടായിരുന്നു. അയാൾ ലൈലയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടിരുന്നു. അവൾക്കുണ്ടായ അപവാദങ്ങളെക്കുറിച്ചും അയാൾക്കറിയാമായിരുന്നു. എന്നാൽ അതൊന്നും അയാൾക്കൊരു പ്രശ്നമായിരുന്നില്ല. ലൈലയെപ്പോലൊരു സുന്ദരിയെ സ്വന്തമാക്കുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് അയാൾ കണ്ടത്. ഇബ്നു സലാം ഔദ്യോഗികമായി ആളെ അയച്ച് ലൈലയെ വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ മഹദിക്ക് അത് ആകാശത്തുനിന്ന് വീണുകിട്ടിയ ഒരു നിധി പോലെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഭാരമെല്ലാം ഇറക്കിവെച്ചതുപോലെ തോന്നി. അദ്ദേഹം ഒട്ടും താമസിച്ചില്ല. ഗോത്രത്തിലെ മുതിർന്നവരുമായി ആലോചിച്ച് ആ വിവാഹത്തിന് സമ്മതം മൂളി. സ്ത്രീധനത്തെക്കുറിച്ചും അഥവാ മഹറിനെക്കുറിച്ചും വിവാഹത്തിൻ്റെ മറ്റു നിബന്ധനകളെക്കുറിച്ചും ചർച്ചകൾ നടന്നു. എല്ലാം വളരെ വേഗത്തിലായിരുന്നു. ഈ ചർച്ചകളിലൊന്നും ഒരാൾ പോലും ലൈലയോട് അവളുടെ ഇഷ്ടമെന്താണെന്ന് ചോദിച്ചില്ല. അന്നത്തെ കാലത്ത് അതിൻ്റെ ആവശ്യവുമില്ലായിരുന്നു. ഒരു മകളുടെ വിവാഹം തീരുമാനിക്കേണ്ടത് അവളുടെ പിതാവും കുടുംബവുമാണ്. അവളതനുസരിക്കാൻ ബാധ്യസ്ഥയാണ്. ഈ വാർത്ത ലൈലയുടെ അമ്മയാണ് അവളോട് പറയുന്നത്. മോളെ, നിനക്കൊരു നല്ല ആലോചന വന്നിരിക്കുന്നു. ഇബ്നു സലാം നാളാണ്. വലിയ തറവാട്ടുകാരാണ്. നിന്റെ അച്ഛൻ അത് ഉറപ്പിച്ചു. ആ വാക്കുകൾ കേട്ട് ലൈലയുടെ തല കറങ്ങുന്നത് പോലെ തോന്നി. അവളുടെ തൊണ്ട വരണ്ടു. അമ്മേ, എനിക്കിതിന് കഴിയില്ല. അവൾക്ക് അത്രമാത്രമേ പറയാൻ കഴിഞ്ഞുള്ളൂ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. അമ്മയുടെ മുഖത്ത് സഹതാപമുണ്ടായിരുന്നു. പക്ഷേ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ലായിരുന്നു. മോളെ, നീ പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലാകും. പക്ഷേ നീയും കാര്യങ്ങൾ മനസ്സിലാക്കണം. കൈസ്, അവനിനി പഴയ കൈസല്ല. അവനൊരു ഭ്രാന്തനാണ്. അവനെക്കൊണ്ട് നിനക്കൊരു ജീവിതമില്ല. കുടുംബത്തിനെ ഇനിയും അപമാനം സഹിക്കാൻ വയ്യ. ഇബ്നു സലാം നിന്നെ പൊന്നുപോലെ നോക്കും. എനിക്ക് പൊന്നുപോലെ ജീവിക്കേണ്ട അമ്മേ. ലൈലയുടെ ശബ്ദം ഒരു നേർത്ത വിതുമ്പലായി മാറി. എനിക്ക് കൈസിനെ മതി. അവൻ ഭ്രാന്തനായത് എനിക്ക് വേണ്ടിയല്ലേ. ആ ഭ്രാന്തിൽ പങ്കുചേരാനാണ് എനിക്കിഷ്ടം. അല്ലാതെ മറ്റൊരാളുടെ കൊട്ടാരത്തിൽ രാജ്ഞിയായി വാഴാനല്ല. അവൾ അപേക്ഷയോടെ അമ്മയുടെ കൈകളിൽ പിടിച്ചു. അച്ഛനോടൊന്ന് പറയുമോ ഈ വിവാഹത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ? പക്ഷെ ആ കൂടാരത്തിൽ അവളുടെ അപേക്ഷ കേൾക്കാൻ ആരുമുണ്ടായിരുന്നില്ല. അവളുടെ കരച്ചിൽ കേട്ട് അച്ഛൻ മഹദി അങ്ങോട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ മുഖം ഇരുണ്ടിരുന്നു. നിന്റെ ഇഷ്ടങ്ങൾക്കൊന്നും ഇവിടെ ഒരു സ്ഥാനവുമില്ല, അദ്ദേഹം കടുപ്പിച്ചു പറഞ്ഞു. ഞാൻ ഈ വിവാഹം ഉറപ്പിച്ചു. നീ എതിർത്താൽ നിന്റെ ഈ മുടി ഞാൻ മുറിച്ചു മാറ്റും. നിന്നെ ഈ കൂടാരത്തിനകത്ത് ഞാൻ ജീവനോടെ കുഴിച്ചു മൂടും. കുടുംബത്തിൻ്റെ അഭിമാനത്തേക്കാൾ വലുതല്ല നിന്റെ പ്രണയം. നീ ഇബ്നു സലാമിനെ വിവാഹം കഴിക്കും. അതാണ് അവസാനത്തെ വാക്ക്. അതോടെ ലൈലയുടെ അവസാനത്തെ പ്രതീക്ഷയും അണഞ്ഞു. അവൾക്ക് മനസ്സിലായി, താനൊരു പോരാട്ടം നടത്തിയാൽ അത് അവളുടെ മരണത്തിലായിരിക്കും അവസാനിക്കുക എന്ന്. അവൾ എതിർക്കുന്നത് നിർത്തി. പക്ഷെ അതൊരു സമ്മതമായിരുന്നില്ല, അതൊരു കീഴടങ്ങലായിരുന്നു. അവളുടെ ശരീരം മാത്രം ആ കൽപ്പനയെ അനുസരിച്ചു. അവളുടെ ആത്മാവ് അപ്പോഴും മരുഭൂമിയിൽ മജ്നൂനെ തേടി അലയുകയായിരുന്നു. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ വളരെ വേഗത്തിൽ നടന്നു. ഗോത്രമാകെ അതൊരു ആഘോഷമാക്കി മാറ്റി. ആടുകളെയും ഒട്ടകങ്ങളെയും അറുത്തു. വലിയ സദ്യകളൊരുങ്ങി. സംഗീതവും നൃത്തവും കൊണ്ട് കൂടാരങ്ങൾ മുഖരിതമായി. പെണ്ണുങ്ങളെല്ലാം ലൈലയെ ഒരുക്കാൻ അവളുടെ കൂടാരത്തിൽ ഒത്തുകൂടി. അവർ അവളെ കുളിപ്പിച്ചു. വില കൂടിയ സുഗന്ധദ്രവ്യങ്ങൾ പൂശി പേർഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുവസ്ത്രങ്ങൾ അണിയിച്ചു. അവളുടെ നീണ്ട മുടി മനോഹരമായി പിന്നിക്കെട്ടി. അതിൽ മുല്ലപ്പൂക്കൾ ചൂടി. സ്വർണാഭരണങ്ങൾ കൊണ്ട് അവളെ മൂടി. എന്നാൽ ലൈല ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവളൊരു പാവയെപ്പോലെ അനങ്ങാതെയിരുന്നു കൊടുത്തു. അവളുടെ കണ്ണുകൾ ശൂന്യമായിരുന്നു. അതിൽ കണ്ണുനീർ വറ്റിപ്പോയിരുന്നു. പുറത്തു മുഴങ്ങുന്ന സംഗീതം അവളുടെ കാതുകളിൽ ഒരു മരണമണിയൊച്ച പോലെയാണ് പതിച്ചത്. അവളെ അണിയിച്ചൊരുക്കുന്ന കൂട്ടുകാരികളുടെ സന്തോഷം നിറഞ്ഞ മുഖങ്ങൾ അവൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ മനസ്സിൽ ഒരേയൊരു മുഖമേ ഉണ്ടായിരുന്നുള്ളൂ. പൊടിപിടിച്ച മുടിയും മെലിഞ്ഞുണങ്ങിയ ശരീരവും പ്രണയം മാത്രം ജ്വലിക്കുന്ന കണ്ണുകളുമുള്ള മജ്നൂനിൻ്റെ മുഖം. നീ എത്ര ഭാഗ്യവതിയാണ് ലൈല. ഇബ്നു സലാമിനെപ്പോലെ ഒരാളെ ഭർത്താവായി കിട്ടാൻ പുണ്യം ചെയ്യണം. ലൈല ഒന്നും മിണ്ടിയില്ല. അവൾ മനസ്സിൽ പറഞ്ഞു, എൻ്റെ പുണ്യവും ശാപവും എല്ലാം ആ മരുഭൂമിയിലാണ്. നിങ്ങൾ ഈ അണിയിച്ചൊരുക്കുന്നത് എൻ്റെ ശരീരത്തെ മാത്രമാണ്. എൻ്റെ ഹൃദയം പണ്ടേ ഞാനൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ബനു ആമിർ ഗോത്രം മുഴുവൻ അവളുടെ വിവാഹം ആഘോഷിക്കുമ്പോൾ ലൈല ബിന്ത് മഹദി എന്ന പെൺകുട്ടി
നിശബ്ദമായി അവളുടെ മരണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. അതൊരു ആത്മഹത്യ ആയിരുന്നില്ല, മറിച്ച് ജീവനോടെയുള്ളൊരു മരണമായിരുന്നു. സ്നേഹമില്ലാത്തൊരു ജീവിതത്തിലേക്ക് അപരിചിതനായ ഒരു പുരുഷന്റെ കൈകളിലേക്ക് നടന്നു പോകുമ്പോൾ അവൾ തൻ്റെ ആത്മാവിനെ മജ്നൂനായി ആ മരുഭൂമിയിൽ തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു. ലൈലയുടെ വിവാഹവാർത്ത മജ്നൂൻ എങ്ങനെ അറിഞ്ഞു എന്നതിന് ചരിത്രത്തിൽ പല കഥകളുണ്ട്. ഒരുപക്ഷെ അതുവഴി കടന്നുപോയ ഒരു കച്ചവട സംഘം സഹതാപത്തോടെ ആ വാർത്ത അവനോട് പറഞ്ഞിരിക്കാം. അല്ലെങ്കിൽ അവൻ്റെ ഹൃദയം അത് സ്വയം തിരിച്ചറിഞ്ഞിരിക്കാം. കാരണം ഒരു ദിവസം രാവിലെ അവൻ ഉറക്കമുണർന്നപ്പോൾ ചുറ്റുമുള്ള ലോകം കൂടുതൽ ഇരുണ്ടതായി അവന് തോന്നി. സൂര്യന് പ്രകാശമില്ലാത്തതുപോലെ, കാറ്റിന് കുളിരില്ലാത്തതുപോലെ. ആ ദിവസത്തിന് ശേഷം അവൻ്റെ പെരുമാറ്റം വീണ്ടും മാറി. അവൻ പാറകളിൽ കവിത എഴുതുന്നത് നിർത്തി, ആരോടെന്നില്ലാതെ സംസാരിക്കുന്നത് നിർത്തി. അവൻ പൂർണ്ണമായ ഒരു നിശബ്ദതയിലേക്ക് വീണുപോയി. അവൻ്റെ ഉള്ളിലെ ലോകം നിശ്ചലമായപ്പോൾ അവൻ പുറത്തുള്ള ലോകത്തെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതുവരെ അവൻ്റെ കണ്ണുകൾ കാണാത്ത പല കാഴ്ചകളും അവൻ കണ്ടു. മണലിലൂടെ ഇഴഞ്ഞു പോകുന്ന ഒരു പാമ്പിനെ, പാറയിടുക്കിൽ കൂടുകൂട്ടുന്ന പക്ഷികളെ, ദൂരെ കുന്നിൻ ചെരുവിൽ മേയുന്ന മാനുകളെ. അവൻ മണിക്കൂറുകളോളം ഒരേ ഇരിപ്പിലിരുന്ന് അവയെ നിരീക്ഷിക്കാൻ തുടങ്ങി. അവൻ്റെ ചലനമില്ലാത്ത രൂപം കണ്ട് മൃഗങ്ങൾക്ക് അവനോടുള്ള പേടി പതിയെ പതിയെ ഇല്ലാതായി. അവനൊരു ഭീഷണിയല്ല, മറിച്ച് തങ്ങളെപ്പോലെ മരുഭൂമിയുടെ ഭാഗമായ ഒരു ജീവിയാണെന്നവ തിരിച്ചറിഞ്ഞു. ആദ്യമായി അവനോടടുത്തത് ഒരു കൂട്ടം മാനുകളായിരുന്നു. അവ സാധാരണയായി മനുഷ്യരെ കണ്ടാൽ ജീവനം കൊണ്ടോടുന്നവയാണ്. എന്നാൽ ഈ മനുഷ്യൻ വ്യത്യസ്തനായിരുന്നു. അവൻ കയ്യിൽ ആയുധങ്ങളൊന്നും കരുതിയിരുന്നില്ല. അവൻ്റെ കണ്ണുകളിൽ വേട്ടക്കാരൻ്റെ ക്രൗര്യമില്ലായിരുന്നു. പകരം അടങ്ങാത്ത ദുഃഖത്തിൻ്റെ ഒരു കടൽ മാത്രമാണവർ ആ കണ്ണുകളിൽ കണ്ടത്. അവർ പതുക്കെ അവൻ്റെ അടുത്തേക്ക് വന്നു, മണം പിടിച്ചു. അവൻ അനങ്ങിയില്ല. ഒരു മാൻകുട്ടി ധൈര്യം സംഭരിച്ച് അവൻ്റെ കീറിപ്പറഞ്ഞ വസ്ത്രത്തിൻ്റെ തുമ്പിൽ നാക്കി. മജ്നൂൻ പതിയെ കൈനീട്ടി അതിൻ്റെ കഴുത്തിൽ തലോടി. ആ സ്പർശനത്തിൽ ഭയമായിരുന്നില്ല, വാത്സല്യമായിരുന്നു ഉണ്ടായിരുന്നത്. അന്നു മുതൽ ആ മാനുകൾ അവൻ്റെ കൂട്ടുകാരായി. അവൻ എവിടെ പോയാലും അവർ അവനെ അനുഗമിച്ചു. അവനൊരു മരത്തണലിൽ വിശ്രമിക്കുമ്പോൾ അവർ ചുറ്റും കിടന്നു. അവൻ മരുഭൂമിയിൽ നിന്ന് ശേഖരിക്കുന്ന കയ്പുള്ള പഴങ്ങൾ അവർക്ക് പങ്കുവെച്ചു കൊടുത്തു. പകരമായി വെള്ളം കണ്ടെത്താൻ കഴിയുന്ന സ്ഥലങ്ങൾ അവർ അവന് കാണിച്ചു കൊടുത്തു. അവൻ വീണ്ടും സംസാരിച്ചു തുടങ്ങി. ഇത്തവണ അത് മനുഷ്യരോടായിരുന്നില്ല, ഈ മിണ്ടാപ്രാണികളോടായിരുന്നു. അവൻ അവർക്ക് ലൈലയെക്കുറിച്ച് പറഞ്ഞു, അവരുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറഞ്ഞു. മാനുകൾ വലിയ കണ്ണുകളോടെ ചെവി കൂർപ്പിച്ച് അവൻ്റെ കഥകൾ കേട്ടു. അവയ്ക്ക് ഭാഷ മനസ്സിലായില്ലായിരിക്കാം, പക്ഷേ അവൻ്റെ ശബ്ദത്തിലെ വേദന അവർ തിരിച്ചറിഞ്ഞു. ഒരു മാൻ അവൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ അവനത് ലൈല തന്നെയാണെന്ന് തോന്നിപ്പോകും. അവൻ അതിൻ്റെ നെറുകയിൽ തലോടി ലൈലയുടെ പേരും മന്ത്രിക്കും. ഈ സൗഹൃദം മറ്റു മൃഗങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറുക്കന്മാരും മരുഭൂമിയിലെ മുയലുകളും അവൻ്റെ സാന്നിധ്യത്തിൽ ഭയമില്ലാതെ പുറത്തുവരാൻ തുടങ്ങി. പക്ഷികൾ അവൻ്റെ തോളത്തും തലയിലും വന്നിരുന്നു. അവനൊരു മനുഷ്യനാണെന്ന കാര്യം അവയെല്ലാം മറന്നുപോയിരുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ നൽകിയതിനേക്കാൾ വലിയ സ്നേഹവും പരിഗണനയുമാണ് ഈ മൃഗങ്ങൾ നൽകിയത്. അവരവനെ ഭ്രാന്തനെന്ന് വിളിച്ചില്ല, കല്ലെറിഞ്ഞില്ല, അവനെ ഒറ്റപ്പെടുത്തിയില്ല. അവരവൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നു, അവൻ്റെ ഏകാന്തതയ്ക്ക് കൂട്ടായി നിന്നു. ചില ചരിത്രകാരന്മാർക്കിടയിൽ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മജ്നൂന് മൃഗങ്ങളുമായി സംസാരിക്കാൻ ശരിക്കും ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നോ, അതോ അവൻ്റെ ഭ്രാന്തിൻ്റെ ഭാഗമായ ഒരു തോന്നൽ മാത്രമായിരുന്നോ അത്? കാരണം എന്തു തന്നെ ആയാലും ആ മരുഭൂമിയിൽ ഒരു പുതിയ ലോകം സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. അവിടെ സ്നേഹത്തിന് നിയമങ്ങളില്ലായിരുന്നു, സൗഹൃദത്തിന് അതിരുകളില്ലായിരുന്നു. മനുഷ്യരുപേക്ഷിച്ച ഒരു മനുഷ്യനെ മൃഗങ്ങൾ അവരൊരു രാജാവായി സ്വീകരിക്കുകയായിരുന്നു. ഒരു ദിവസം ആ വഴി കടന്നുപോവുകയായിരുന്ന ഒരു സംഘം വേട്ടക്കാർ ഒരത്ഭുതകരമായ കാഴ്ച കണ്ടു. ഒരു പാറപ്പുറത്ത് മജ്നൂനിരിക്കുന്നു. അവൻ്റെ മടിയിൽ ഒരു കുറുക്കൻ തലവെച്ചുറങ്ങുന്നു. ചുറ്റും മാനുകൾ ഒരു കാവൽക്കാരെ പോലെ നിൽക്കുന്നു. അവൻ്റെ തോളിൽ പക്ഷികൾ ചിലയ്ക്കുന്നു. വേട്ടക്കാർക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ കണ്ടത് ഒരു മനുഷ്യനെയല്ല, മറിച്ച് മൃഗങ്ങളുടെ ഒരു പ്രവാചകനെയാണ്. അവർ ഭയത്തോടെയും ബഹുമാനത്തോടെയും ദൂരെ മാറി നിന്ന് ആ കാഴ്ച നോക്കിക്കണ്ടു. അവരിൽ ഒരാൾ മുന്നോട്ട് വന്ന് വിളിച്ചു ചോദിച്ചു, "അല്ലയോ മജ്നൂൻ, ഈ വന്യമൃഗങ്ങൾ നിന്നെ ഉപദ്രവിക്കുന്നില്ലേ? അവ നിന്റെ കൂട്ടുകാരാളോ?" മജ്നൂൻ പതിയെ തലയുയർത്തി അവരെ നോക്കി.
അവൻ്റെ കണ്ണുകളിൽ ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. അവരെന്നെ എന്തിനുപദ്രവിക്കണം? അവൻ ചോദിച്ചു. അവരുടെ ഹൃദയത്തിൽ മനുഷ്യരുടേതുപോലുള്ള ക്രൂരതയില്ല. അവർ സ്നേഹിച്ചാൽ ജീവൻ നൽകും. നിങ്ങൾ മനുഷ്യരാണ് സ്നേഹിക്കുന്നവരെ കൊല്ലുന്നത്. ആ വാക്കുകൾ കേട്ട് വേട്ടക്കാർക്ക് ഉത്തരം മുട്ടിപ്പോയി. അവർ ആയുധങ്ങൾ താഴെ വെച്ച് അവനെ വണങ്ങി. അന്നു മുതൽ ആ പ്രദേശത്തൊരു അലിഖിത നിയമം നിലവിൽ വന്നു. മജ്നൂന്റെ കൂട്ടുകാരായ മൃഗങ്ങളെ ആരും വേട്ടയാടാൻ പാടില്ല. അവ മജ്നൂന്റെ സംരക്ഷണയിലുള്ളവയാണ്. അങ്ങനെ മരുഭൂമിയിലെ ആ ഭാഗം മൃഗങ്ങൾക്കൊരു അഭയകേന്ദ്രമായി മാറി. അവിടെ അവർക്ക് മനുഷ്യരെ പേടിക്കാതെ ജീവിക്കാൻ കഴിഞ്ഞു. മജ്നൂൻ വെറുമൊരു ഭ്രാന്തൻ കവിയല്ല, മറിച്ച് മൃഗങ്ങളുടെ സംരക്ഷകൻ കൂടിയായി മാറി. അവന്റെ കവിതകളിലും ഈ മാറ്റം പ്രകടമായിരുന്നു. അവൻ വീണ്ടും കവിതകൾ എഴുതാൻ തുടങ്ങി. പക്ഷേ ഇത്തവണ ലൈലയോടൊപ്പം തന്നെ ഈ മൃഗങ്ങളെക്കുറിച്ചും അവൻ എഴുതി. മാനുകളുടെ കണ്ണുകളെ ലൈലയുടെ കണ്ണുകളോടുപമിച്ചവൻ ഇപ്പോൾ ലൈലയുടെ നിഷ്കളങ്കതയെ മാനുകളോടുപമിച്ചു. കുറുക്കന്റെ സ്നേഹത്തെക്കുറിച്ചും പക്ഷികളുടെ സംഗീതത്തെക്കുറിച്ചും അവൻ പാടി. അവന്റെ പ്രണയം ലൈല എന്നൊരു വ്യക്തിയിൽ നിന്ന് പ്രപഞ്ചത്തിലെ സർവ്വജീവജാലങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു. അതൊരു തരം ആത്മീയമായ ഉണർവായിരുന്നു. ലൈലയോടുള്ള പ്രണയം അവനെ ദൈവത്തോടടുപ്പിക്കുകയായിരുന്നു. ഓരോ ജീവിയിലും അവൻ ലൈലയുടെ ഒരു അംശം കണ്ടു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു രൂപം കണ്ടു. അവൻ ഭക്ഷണം കഴിക്കുന്നതുപോലും മൃഗങ്ങളോടൊപ്പമായി. കയ്യിൽ കിട്ടുന്നതെന്താണോ അത് അവർക്ക് കൂടി പങ്കുവെച്ചാണ് അവൻ കഴിച്ചിരുന്നത്. ചിലപ്പോൾ ഒരു സിംഹം പോലും അവൻ്റെ അരികിൽ വന്ന് ശാന്തനായി ഇരിക്കുമായിരുന്നു എന്ന് ചില കഥകളിൽ പറയുന്നുണ്ട്. കാരണം മജ്നൂനിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നത് ഭയത്തിൻ്റെ ഗന്ധമായിരുന്നില്ല, സ്നേഹത്തിൻ്റേതായിരുന്നു. മൃഗങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. ഈ കാലഘട്ടത്തിലാണ് മജ്നൂനിൻ്റെ ജീവിതം ഒരു ഇതിഹാസമായി മാറുന്നത്. അവൻ മനുഷ്യരുടെ ലോകത്ത് നിന്ന് പൂർണ്ണമായി അകന്നു. പകരം മൃഗങ്ങളോടും പ്രകൃതിയോടും സംസാരിക്കുന്ന ഒരു വിശുദ്ധനായി അവൻ മാറി. ലൈലയുടെ വിവാഹം അവനെ തളർത്തിക്കളയുന്നതിന് പകരം അവനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. അവൻ്റെ പ്രണയം വ്യക്തിപരമായ ഒരു ഇഷ്ടത്തിൽ നിന്ന് സാർവലൗകികമായൊരു സ്നേഹമായി പരിണമിച്ചു. അവൻ വെറും ലൈലയുടെ മജ്നൂൻ ആയിരുന്നില്ല, മറിച്ച് മരുഭൂമിയുടെ ആത്മാവ് തന്നെയായി മാറുകയായിരുന്നു. മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ലോകം, സ്നേഹത്തിൻ്റെ മാത്രം നിയമങ്ങളുള്ള ഒരു സാമ്രാജ്യം അവൻ ആ മരുഭൂമിയിൽ കെട്ടിപ്പടുത്തു. അവൻ്റെ ഒരേയൊരു പ്രജകൾ ആ മിണ്ടാപ്രാണികളായിരുന്നു. നമ്മൾ ഇതുവരെ മജ്നൂന്റെ കൂടെ മരുഭൂമിയിലായിരുന്നു. അവൻ്റെ ലോകം മൃഗങ്ങളോടൊപ്പം എങ്ങനെയായിരുന്നു എന്ന് കണ്ടു. ഇനി നമുക്ക് ക്യാമറയൊന്ന് തിരിച്ച് ആ ആഘോഷമായ വിവാഹം കഴിഞ്ഞ് ലൈല ചെന്നെത്തിയ ഇബ്നു സലാമിൻ്റെ കൂടാരത്തിലേക്ക് പോകാം. കാരണം ഈ കഥയിലെ ദുരന്തം അനുഭവിക്കുന്നത് മജ്നൂൻ മാത്രമല്ല. ഇബ്നു സലാം എന്ന മനുഷ്യൻ ഒരു വില്ലനായിരുന്നില്ല. സത്യം പറഞ്ഞാൽ അന്നത്തെ സാമൂഹിക വ്യവസ്ഥ അനുസരിച്ച് അയാളൊരു മാന്യനായിരുന്നു. അയാൾക്ക് ലൈലയോടൊരു പ്രത്യേക ശത്രുതയൊന്നും ഉണ്ടായിരുന്നില്ല. അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടും അല്ല അയാൾ വിവാഹം കഴിച്ചത്. ഒരു നല്ല തറവാട്ടിലെ സുന്ദരിയായ ഒരു പെൺകുട്ടി. അവളെ വിവാഹം കഴിക്കുന്നത് തൻ്റെ സ്ഥാനത്തിന് ചേർന്നതാണെന്ന് അയാൾ കരുതി, അത്രമാത്രം. വിവാഹം കഴിഞ്ഞ് ലൈലയും കൊണ്ട് ഇബ്നു സലാം സ്വന്തം ഗോത്രത്തിലേക്ക് പോയി. അവൾക്ക് വേണ്ടി അയാൾ മനോഹരമായ ഒരു കൂടാരം ഒരുക്കിയിരുന്നു. പേർഷ്യൻ പരവതാനികളും ഈജിപ്തിൽ നിന്നുള്ള വിളക്കുകളും വില കൂടിയ പാത്രങ്ങളും കൊണ്ട് അലങ്കരിച്ച ഒരു കൊട്ടാരം പോലെയായിരുന്നു അത്. പുറത്തുനിന്ന് നോക്കുന്ന ഏതൊരാൾക്കും തോന്നും ലൈല എത്ര ഭാഗ്യവതിയാണെന്ന്. പക്ഷേ ആ കൂടാരത്തിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് അവർക്കാർക്കും അറിയില്ലായിരുന്നു. അവരുടെ വിവാഹത്തിൻ്റെ ആദ്യ രാത്രി ഇബ്നു സലാം സ്നേഹത്തോടെയും പ്രതീക്ഷയോടെയുമാണ് അവളെ സമീപിച്ചത്. അവൾ സുന്ദരിയായിരുന്നു, പക്ഷേ ആ സൗന്ദര്യത്തിന് മുകളിൽ മരണത്തിൻ്റെ ഒരു തണുപ്പ് പടർന്നിരുന്നു. അവളുടെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, മറിച്ച് പൂർണ്ണമായ ശൂന്യതയായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് വന്നപ്പോൾ അവൾ പിന്നോട്ട് മാറിയില്ല, അവനെ തള്ളി മാറ്റിയുമില്ല. പകരം അവൾ ശാന്തമായ എന്നാൽ ഉറച്ച ശബ്ദത്തിൽ അവനോട് സംസാരിച്ചു. അങ്ങെൻ്റെ ഭർത്താവാണ്. ഈ ശരീരം ഇപ്പോൾ അങ്ങേക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങേക്കിതിനെ എന്തു വേണമെങ്കിലും ചെയ്യാം, ഞാൻ എതിർക്കില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയുകയാണ്. എൻ്റെ ഹൃദയം, എൻ്റെ ആത്മാവ് അതെൻ്റേതല്ല. അത് പണ്ടേ ഞാൻ കൈസ് എന്ന എൻ്റെ പ്രിയതമന് നൽകിക്കഴിഞ്ഞു. അതുകൊണ്ട്
ഈ ശരീരത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ ഒരു കണിക പോലും തിരികെ പ്രതീക്ഷിക്കരുത്. ഞാനൊരു കല്ലുപോലെയായിരിക്കും. ജീവനില്ലാത്ത ഒരു ശരീരം മാത്രമായിരിക്കും അങ്ങയുടെ കൂടെ ഉണ്ടാവുക. അവളുടെ വാക്കുകൾ ഒരിടുത്തി പോലെയാണ് ഇബ്നു സലാമിൻ്റെ ചെവിയിൽ പതിച്ചത്. അവൻ ഒരു നിമിഷം നിശബ്ദനായി നിന്നുപോയി. അവൻ പ്രതീക്ഷിച്ചത് ഇതല്ല. ഒരുപക്ഷേ കുറച്ചു കണ്ണുനീരോ അല്ലെങ്കിൽ അല്പം പരിഭവമോ. പക്ഷേ ഇത്രയും തണുത്ത ഉറച്ച വാക്കുകൾ അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ്റെ പുരുഷാഭിമാനം മുറിപ്പെട്ടു. അവൻ ഒരു നിമിഷം ദേഷ്യം വന്നു. അവളെ ബലമായി കീഴ്പ്പെടുത്താൻ ഒരു നിമിഷം അവൻ ചിന്തിച്ചു. പക്ഷേ അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ ദേഷ്യം അലിഞ്ഞുപോയി. ആ ശൂന്യമായ കണ്ണുകളിൽ നോക്കി നിൽക്കാൻ അവന് കഴിഞ്ഞില്ല. അതിലൊരു ഭ്രാന്തുണ്ടായിരുന്നു. പക്ഷേ അത് മജ്നൂണിൻ്റെ ഭ്രാന്ത് പോലെ അല്ലായിരുന്നു. അതൊരു തണുത്തുറഞ്ഞ ഭ്രാന്തായിരുന്നു. ഇബ്നു സലാം ഒരു മാന്യനായിരുന്നു. അയാൾക്കൊരു സ്ത്രീയെ അവളുടെ ഇഷ്ടമില്ലാതെ കീഴ്പ്പെടുത്താൻ തോന്നിയില്ല. ഒരുപക്ഷേ അവൾ പുതിയൊരു ജീവിതത്തിലേക്ക് വന്നതിൻ്റെ പരിഭ്രമത്തിലായിരിക്കാം ഇങ്ങനെ സംസാരിക്കുന്നത് എന്നവൻ സ്വയം സമാധാനിച്ചു. കുറച്ചു ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് അവൻ വിശ്വസിച്ചു. നീ വിശ്രമിച്ചോളൂ ലൈല. അത്രമാത്രം പറഞ്ഞ് അയാൾ കൂടാരത്തിൻ്റെ മറ്റൊരു കോണിൽ പോയി കിടന്നു. ആ രാത്രി അവർക്കിടയിൽ ഒരു മരുഭൂമിയുടെ അത്രയും ദൂരമുണ്ടായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കടന്നുപോയിട്ടും ആ ദൂരം കുറഞ്ഞില്ല, കൂടുകയാണുണ്ടായത്. പുറം ലോകത്തിനു മുന്നിൽ ലൈല ഒരു ഉത്തമ ഭാര്യയായിരുന്നു. അവൾ വീട് വൃത്തിയായി സൂക്ഷിച്ചു, അതിഥികളെ ബഹുമാനിച്ചു, ഭർത്താവിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. പക്ഷേ ഇതെല്ലാം ഒരു യന്ത്രം ചെയ്യുന്നത് പോലെയായിരുന്നു. അവൾക്ക് വികാരങ്ങളില്ലായിരുന്നു. ഇബ്നു സലാം അവൾക്ക് വില കൂടിയ പട്ടുവസ്ത്രങ്ങൾ സമ്മാനിച്ചാൽ അവൾ നന്ദി പറയും. പക്ഷെ ആ മുഖത്ത് ഒരു സന്തോഷവും വിടലില്ല. അവനൊരു തമാശ പറഞ്ഞാൽ അവൾ ചിരിക്കാൻ ശ്രമിക്കും. പക്ഷെ അതൊരു ശബ്ദം മാത്രമായിരിക്കും. അതിൽ ആത്മാർത്ഥതയുണ്ടാവില്ല. അവൻ്റെ ദിവസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൾ ശ്രദ്ധയോടെ കേൾക്കും. പക്ഷെ ഒന്നും തിരിച്ചു പറയില്ല. ഇബ്നു സലാമിൻ്റെ ക്ഷമ നശിക്കാൻ തുടങ്ങി. അവനൊരു മനുഷ്യനാണ്. അവനും ആഗ്രഹങ്ങളുണ്ട്. ഒരു ഭാര്യയിൽ നിന്ന് അവൻ പ്രതീക്ഷിക്കുന്ന സ്നേഹവും പരിഗണനയും അവന് ലഭിച്ചില്ല. ചില രാത്രികളിൽ അവൻ ദേഷ്യപ്പെട്ടു. ലൈല, നീ എന്താണ് ഇങ്ങനെ ഒരു പ്രതിമയെപ്പോലെ? ഞാൻ നിന്റെ ഭർത്താവാണ്. എന്നോട് സംസാരിച്ചുകൂടെ? നിന്റെ മനസ്സിൽ എന്താണെന്ന് പറഞ്ഞുകൂടെ? അപ്പോഴൊക്കെ അവൾ ഒരേ മറുപടിയാണ് നൽകിയത്. എൻ്റെ മനസ്സിൽ ഒന്നുമില്ല. അതെല്ലാം പണ്ടേ മരിച്ചുപോയി. അങ്ങയ്ക്ക് പരാതിയുണ്ടെങ്കിൽ എൻ്റെ അച്ഛനോട് പറയാം. എന്നെ വിവാഹം കഴിപ്പിച്ചത് അദ്ദേഹമാണ്. ഈ മറുപടി കേൾക്കുമ്പോൾ ഇബ്നു സലാമിന് ഒന്നും പറയാൻ കഴിയുമായിരുന്നില്ല. കാരണം അവളെ കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു. അവൾ വിവാഹത്തിന് മുൻപേ തന്നെ അവളുടെ അവസ്ഥയെക്കുറിച്ച് ഒരു സൂചനയും നൽകാതിരുന്നിട്ടില്ല. പക്ഷേ തനിക്ക് അവളെ മാറ്റാൻ കഴിയുമെന്ന് അവൻ വിശ്വസിച്ചു. ആ വിശ്വാസം തെറ്റായിരുന്നുവെന്ന് അവൻ പതിയെ തിരിച്ചറിയുകയായിരുന്നു. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അവർ സന്തോഷമുള്ള ദമ്പതികളായിരുന്നു. ഇബ്നു സലാമിൻ്റെ സമ്പത്തും ലൈലയുടെ സൗന്ദര്യവും അവർക്കിടയിൽ ഒരു മതിലായി നിന്നു. ആരും അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തിനോക്കിയില്ല. എന്നാൽ ആ കൂടാരത്തിനകത്ത് രണ്ട് അപരിചിതരാണ് ജീവിച്ചിരുന്നത്. ഒരാൾ സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചു, മറ്റൊരാൾ ഓർമ്മകളിൽ മാത്രം ജീവിച്ചു. എന്നാൽ രാത്രിയിൽ ഇബ്നു സലാം ഉറങ്ങിക്കഴിയുമ്പോൾ ലൈലയുടെ യഥാർത്ഥ രൂപം പുറത്തുവരും. അവൾ കൂടാരത്തിൻ്റെ വാതിൽക്കൽ വന്നു നിന്ന് ആകാശത്തേക്ക് നോക്കും, മരുഭൂമിയുടെ ദിശയിലേക്ക്. അവിടെ എവിടെയോ തൻ്റെ മജ്നൂൻ ഉണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ നിശബ്ദമായി കരയും. ആ കണ്ണുനീർ അവൾ പകൽ സമയത്ത് അടക്കിവെച്ച എല്ലാ വേദനയുടെയും പ്രതീകമായിരുന്നു. അവൾ മജ്നൂന്റെ പഴയ കവിതകൾ ഓർത്തെടുത്ത് സ്വയം മന്ത്രിക്കും. ആ വാക്കുകൾ മാത്രമായിരുന്നു അവളുടെ ജീവിതത്തിലെ ഏക ആശ്വാസം. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം ദൂരദേശത്തു നിന്ന് വന്ന ഒരു കച്ചവടക്കാരൻ ഇബ്നു സലാമിൻ്റെ അതിഥിയായി എത്തിയത്. സംസാരത്തിനിടയിൽ അയാൾ പറഞ്ഞു, ഞാൻ മരുഭൂമിയിലൂടെ വരുമ്പോൾ മജ്നൂനെ കണ്ടു. ആളുകൾ പറയുന്നത് പോലെ അവൻ അത്ര ഭ്രാന്തനൊന്നുമല്ല. അവൻ പുതിയ കവിതകൾ എഴുതുന്നുണ്ട്. അതിപ്പോൾ പ്രണയത്തെക്കുറിച്ചല്ല, ദൈവത്തെക്കുറിച്ചാണ്, സ്നേഹത്തെക്കുറിച്ചാണ്. അയാൾ മജ്നൂന്റെ പുതിയൊരു കവിതയുടെ ചില വരികൾ അവിടെ ഇരുന്ന് പാടി. ആ നിമിഷം ആദ്യമായി ഇബ്നു സലാം ലൈലയുടെ മുഖത്ത് ഒരു ഭാവമാറ്റം കണ്ടു.
അതുവരെ ശൂന്യമായിരുന്ന അവളുടെ കണ്ണുകൾ ഒരു നിമിഷത്തേക്ക് തിളങ്ങി. അവളുടെ ചുണ്ടുകൾ ചെറുതായി വിറച്ചു. ആ കവിതയുടെ ഓരോ വാക്കും അവൾ അവളുടെ ഹൃദയം കൊണ്ട് വലിച്ചെടുക്കുകയായിരുന്നു. അന്ന് രാത്രി ഇബ്നു സലാമിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ ഒരു കാര്യം വ്യക്തമായി: താൻ യുദ്ധം ചെയ്യുന്നത് ഒരു മനുഷ്യനോടല്ല, ഒരു ആത്മാവിനോടാണ്. മജ്നൂൻ എന്ന ശരീരം മരുഭൂമിയിലായിരിക്കാം, പക്ഷേ അവൻ്റെ കവിതകളിലൂടെ, അവൻ്റെ ഓർമ്മകളിലൂടെ അവൻ എല്ലാ രാത്രിയിലും തൻ്റെ കൂടാരത്തിൽ വരുന്നുണ്ട്. ലൈല ജീവിക്കുന്നത് ആ ഓർമ്മകളിലാണ്. തനിക്കൊരിക്കലും ആ സ്ഥാനത്തെത്താൻ കഴിയില്ലെന്ന് അവൻ വേദനയോടെ തിരിച്ചറിഞ്ഞു. അവൻ ലൈലയെ വെറുത്തില്ല, പക്ഷേ അവൻ അവൻ്റെ വിധിയെ ശപിച്ചു. അങ്ങനെ ആ മനോഹരമായ കൂടാരത്തിനകത്ത് 3 ജീവിതങ്ങൾ ഒരുമിച്ച് വേദനിക്കുകയായിരുന്നു. മജ്നൂന്റെ അഭാവം അവൻ്റെ സാന്നിധ്യത്തെക്കാൾ ശക്തമായിരുന്നു. മജ്നൂൻ മരുഭൂമിയിൽ മൃഗങ്ങളോടൊപ്പം ഒരു പുതിയ ജീവിതം കണ്ടെത്തിയപ്പോഴും അവൻ്റെ പിതാവിൻ്റെ ഹൃദയത്തിലെ മുറിവ് ഉണങ്ങിയിരുന്നില്ല. ഓരോ ദിവസവും ആ പിതാവ് തൻ്റെ കൂടാരത്തിൻ്റെ വാതിൽക്കൽ വന്ന് ദൂരെ മരുഭൂമിയിലേക്ക് നോക്കി നിൽക്കും. ഒരുപക്ഷേ തൻ്റെ മകൻ മടങ്ങി വന്നാലോ എന്നൊരു നേർത്ത പ്രതീക്ഷയിൽ. അതുവഴി പോകുന്ന കച്ചവടക്കാരോടും യാത്രക്കാരോടും അദ്ദേഹം അവനെക്കുറിച്ച് ചോദിക്കും. അവർ പറയുന്ന കഥകൾ കേട്ട് ആ അച്ഛൻ ഒരേ സമയം അഭിമാനിക്കുകയും വേദന കൊണ്ട് നീറുകയും ചെയ്തു. തൻ്റെ മകൻ മൃഗങ്ങളുടെ രാജാവായി മാറിയെന്നറിയുമ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം തോന്നും. എന്നാൽ അവൻ ഇപ്പോഴും കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ അണിഞ്ഞ് മെലിഞ്ഞുണങ്ങി ലൈലയുടെ പേര് തന്നെയാണ് മന്ത്രിക്കുന്നത് എന്നറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചു തകയും. അവൻ്റെ അമ്മയാകട്ടെ കരഞ്ഞു കരഞ്ഞ് കാഴ്ച മങ്ങിത്തുടങ്ങിയിരുന്നു. അവർക്ക് തങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. അവൻ്റെ ശരീരം മരുഭൂമിയിൽ എവിടെയോ ജീവനോടെയുണ്ടെന്നേയുള്ളൂ. പക്ഷെ അവൻ്റെ ആത്മാവ് എന്നേക്കുമായി കൈവിട്ടുപോയിരുന്നു. എല്ലാ ഭൗതികമായ ചികിത്സകളും പരാജയപ്പെട്ടപ്പോൾ ആ പിതാവിൻ്റെ മനസ്സിൽ ഒരൊറ്റ പ്രതീക്ഷയെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ദൈവം, സർവശക്തനായ ദൈവത്തിന് മാത്രമേ തൻ്റെ മകനെ ഈ ഭ്രാന്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെയാണ് ആ ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിക്കുന്നത്. ഹജ്ജ്, അറേബ്യയിലെ എല്ലാ ഗോത്രങ്ങളും പരിശുദ്ധമായി കരുതുന്ന മക്കയിലെ കാബയിലേക്ക് ഒരു തീർത്ഥാടനം നടത്തുക. ഹജ്ജിൻ്റെ സമയത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ അവിടെയെത്തും. ആ പുണ്യസ്ഥലത്ത് വച്ച് കാബയുടെ കറുത്ത പുടവയിൽ പിടിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ എന്താഗ്രഹവും സാധിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. തൻ്റെ മകനെയും കൊണ്ട് അവിടെ പോയി അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ലൈലയോടുള്ള ഈ അടങ്ങാത്ത പ്രണയം എടുത്തുമാറ്റാൻ ദൈവത്തോട് അപേക്ഷിക്കുക. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ശ്രമം. പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ആദ്യം മജ്നൂനെ കണ്ടെത്തണം. അവൻ മരുഭൂമിയിൽ എവിടെയാണെന്ന് ആർക്കും കൃത്യമായി അറിയില്ലായിരുന്നു. പിതാവ് കുറച്ച് ബന്ധുക്കളെയും കൂട്ടി ഒട്ടകപ്പുറത്ത് വെള്ളവും ഭക്ഷണവുമായി മരുഭൂമിയിലേക്ക് യാത്ര തിരിച്ചു. ദിവസങ്ങളോളം അവർ അലഞ്ഞു. ഓരോ മരുപ്പച്ചയിലും ഓരോ കുന്നിൻ ചെരുവിലും അവർ അവനെ തിരഞ്ഞു. അവസാനം ഒരു ദിവസം ദൂരെ ഒരു കാഴ്ച കണ്ട് അവർ സ്തബ്ധരണി നിന്നുപോയി. ഒരു പാറയുടെ മുകളിൽ മെലിഞ്ഞുണങ്ങിയ ഒരു രൂപം ഇരിക്കുന്നു. ചുറ്റും ഒരു സൈന്യമെന്ന പോലെ മാനുകളും കുറുക്കന്മാരും മറ്റു മൃഗങ്ങളും കാവൽ നിൽക്കുന്നു. അവർ അടുത്തേക്ക് ചെന്നപ്പോൾ മൃഗങ്ങൾ അവരെ തടയാനെന്നോണം വഴിയിൽ നിന്നു. എന്നാൽ മജ്നൂൻ അവയെ കൈകൊണ്ടാംഗ്യം കാണിച്ചു. അപ്പോൾ അവ വഴിമാറിക്കൊടുത്തു. ആ പിതാവ് തൻ്റെ മകൻ്റെ രൂപം കണ്ട് ഒരു നിമിഷം തകർന്നുപോയി. ഇത് തൻ്റെ മകൻ തന്നെയാണോ എന്ന് അദ്ദേഹം സംശയിച്ചു. അവൻ്റെ കണ്ണുകൾ കുഴിഞ്ഞ് എല്ലുകൾ പുറത്തേക്ക് തള്ളി വെയിലേറ്റ് കരിവാളിച്ച തൊലിയുമായി അവനൊരു മനുഷ്യക്കോലം മാത്രമായിരുന്നു. മോനെ ഖൈസ്, ആ പിതാവിൻ്റെ ശബ്ദം ഇടറി. മജ്നൂൻ പതിയെ തലയുയർത്തി നോക്കി. അവൻ്റെ കണ്ണുകളിൽ യാതൊരു ഭാവമാറ്റവുമില്ലായിരുന്നു. അച്ഛൻ എന്തിനാണ് ഇവിടെ വന്നത്? അവൻ ശാന്തമായി ചോദിച്ചു. ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ്, പിതാവ് പറഞ്ഞു. നമുക്ക് മക്കയിലേക്ക് പോകാം. കാബയിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിന്റെ ഈ അസുഖം ദൈവം മാറ്റിത്തരും. അസുഖം എന്ന വാക്ക് കേട്ട് മജ്നൂൻ പുച്ഛത്തോടെ ചിരിച്ചു. എനിക്കൊരു അസുഖവുമില്ല അച്ഛാ, ഇതാണ് എൻ്റെ ജീവിതം. ഞാൻ സന്തോഷവാനാണ്. അവൻ്റെ മറുപടി കേട്ട് പിതാവ് അവൻ്റെ കാലിൽ വീണു. മോനെ, എനിക്ക് വേണ്ടിയെങ്കിലും, നിന്റെ അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും
നിന്നെ ഈ കോലത്തിൽ കാണാൻ ഞങ്ങൾക്ക് വയ്യ. ഇതൊരു പിതാവിൻ്റെ അവസാനത്തെ അപേക്ഷയാണ്. നീ എൻ്റെ കൂടെ വരണം. തൻ്റെ പിതാവ് തൻ്റെ കാലിൽ വീണ് യാചിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ മജ്നൂൻ്റെ മനസ്സലിഞ്ഞു. അവനൊന്നും മിണ്ടാതെ എഴുന്നേറ്റു. അതൊരു സമ്മതമായിരുന്നു. മൃഗങ്ങളോട് ഒരു വാക്ക് യാത്ര പോലും പറയാതെ അവൻ തൻ്റെ പിതാവിനോടൊപ്പം നടന്നു. മക്കയിലേക്കുള്ള യാത്ര മജ്നൂനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നം പോലെയായിരുന്നു. അവൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മനുഷ്യരുടെ ഇടയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു കച്ചവട സംഘത്തോടൊപ്പമാണ് അവർ യാത്ര തിരിച്ചത്. ആളുകൾ അവനെ ഒരു അത്ഭുത ജീവിയെപ്പോലെ നോക്കി. അവൻ്റെ ജട പിടിച്ച മുടിയും കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളും ശൂന്യമായ കണ്ണുകളും കണ്ട് അവർ അടക്കം പറഞ്ഞു. എന്നാൽ മജ്നൂൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. അവൻ ഒട്ടകപ്പുറത്ത് പുറത്തേക്ക് നോക്കിയിരുന്നു. അവൻ്റെ മനസ്സ് അപ്പോഴും മരുഭൂമിയിൽ അവൻ ഉപേക്ഷിച്ചു പോന്ന കൂട്ടുകാരായ മൃഗങ്ങളുടെ അടുത്തായിരുന്നു. അവൻ്റെ പിതാവാകട്ടെ നേരിയ പ്രതീക്ഷയിലായിരുന്നു. ഒരുപക്ഷേ ഈ യാത്ര, ഈ പുതിയ കാഴ്ചകൾ അവനൊരു മാറ്റം കൊണ്ടുവന്നാലോ. ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ മക്കയുടെ അതിർത്തിയിലെത്തി. മജ്നൂൻ്റെ ലോകത്തിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമായൊരു ലോകമായിരുന്നു അത്. ലക്ഷക്കണക്കിന് ആളുകളുടെ ആരവം, പ്രാർത്ഥനകളുടെ ശബ്ദം, പലതരം സുഗന്ധദ്രവ്യങ്ങളുടെ മണം. അവൻ്റെ ശാന്തമായ മരുഭൂമിയിൽ നിന്ന് നേരെ ഒരു കടലിൻ്റെ നടുവിലേക്ക് വീണതുപോലെ അവന് തോന്നി. ആൾക്കൂട്ടത്തിൽ അവനെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവൻ്റെ പിതാവ് അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അവർ കാബയുടെ അടുത്തേക്ക് നടന്നു. കറുത്ത പട്ടുകൊണ്ട് മൂടിയ, സ്വർണ്ണനൂൽ കൊണ്ട് ഖുറാൻ വചനങ്ങൾ തുന്നിച്ചേർത്ത ആ വലിയ കെട്ടിടം ഒരു ദൈവീകമായ പ്രഭയോടെ അവിടെ നിന്നു. അതിനെ വലം വയ്ക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, അവരുടെ പ്രാർത്ഥനകൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു. മജ്നൂൻ്റെ പിതാവിൻ്റെ ഹൃദയം പ്രതീക്ഷ കൊണ്ട് തുടിക്കുകയായിരുന്നു. അദ്ദേഹം മജ്നൂനെ ആ തിക്കിത്തറയ്ക്കുന്ന ആൾക്കൂട്ടത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോയി. അവസാനം അവർക്ക് കാബയുടെ പുടവയിൽ തൊടാൻ കഴിഞ്ഞു. മോനെ, പിതാവ് അവൻ്റെ കാതിൽ പറഞ്ഞു, ഇതാണ് ദൈവത്തിൻ്റെ ഭവനം. ഇവിടെ വെച്ച് എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. മോനെ, കാഴ്ബയുടെ ഈ പുടവയിൽ പിടിച്ച് ദൈവത്തോട് നിന്റെ ഹൃദയത്തിൽ നിന്ന് ലൈലയെ എടുത്തു മാറ്റാൻ പ്രാർത്ഥിക്ക്. നിനക്കൊരു പുതിയ ജീവിതം തരാൻ പ്രാർത്ഥിക്ക്. മജ്നൂൻ ഒന്നും മിണ്ടിയില്ല. അവൻ പതുക്കെ കൈനീട്ടി കൈബയുടെ കറുത്ത പുടവയിൽ തൊട്ടു. ആ നിമിഷം അവൻ്റെ ശരീരത്തിലൂടെ ഒരു വൈദ്യുതി പ്രവാഹം കടന്നുപോയതുപോലെ അവന് തോന്നി. അവൻ്റെ ശൂന്യമായ കണ്ണുകൾ ഒരു നിമിഷത്തേക്ക് തിളങ്ങി. അവൻ തൻ്റെ പിതാവിനെ മറന്നു, ചുറ്റുമുള്ള ആൾക്കൂട്ടത്തെ മറന്നു. അവൻ ഉറക്കെ, എല്ലാവരും കേൾക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സർവശക്തനായ ദൈവമേ, അവൻ്റെ ശബ്ദം ആൾക്കൂട്ടത്തിനിടയിലും വ്യക്തമായി കേൾക്കാമായിരുന്നു. എൻ്റെ അച്ഛൻ പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ലൈലയെ എടുത്തു മാറ്റാനാണ്, എനിക്ക് സുഖം പ്രാപിക്കാനാണ്. എന്നാൽ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ അവളോടുള്ള പ്രണയം നീ ഇരട്ടിയാക്കണമേ. ആ പ്രണയത്തിൻ്റെ വേദന നീ കൂട്ടണമേ. ആ പ്രണയത്തിൽ ജീവിച്ച് ആ പ്രണയത്തിൽ തന്നെ മരിക്കാൻ എന്നെ അനുവദിക്കണമേ. ലൈലയില്ലാത്ത ഒരു ജീവിതം എനിക്ക് വേണ്ട. അവളെ ഓർക്കാത്ത ഒരു നിമിഷം പോലും എനിക്ക് വേണ്ട. ആ വാക്കുകൾ കേട്ട് പിതാവ് തകർന്നുപോയി. അദ്ദേഹത്തിൻ്റെ ലോകം തലകീഴായി മറിഞ്ഞു. തൻ്റെ അവസാനത്തെ പ്രതീക്ഷയും കൺമുന്നിൽ വെച്ച് ചില്ലുകൊട്ടാരം പോലെ തകർന്നടിയുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹം മജ്നൂനെ അവിടെ നിന്ന് പിടിച്ചു വലിച്ച് ആൾക്കൂട്ടത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്നു. മകൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവമല്ല, പിശാചാണ് സന്തോഷിച്ചിട്ടുണ്ടാവുക എന്ന് അദ്ദേഹം വേദനയോടെ ഓർത്തു. ഹജ്ജ് എന്ന പുണ്യകർമ്മം അതവൻ്റെ ഭ്രാന്ത് കൂട്ടാൻ മാത്രമേ സഹായിച്ചുള്ളൂ എന്നും അതൊരസുഖമായിരുന്നില്ല, അതായിരുന്നു അവൻ്റെ ജീവനെന്നും അവൻ്റെ പ്രണയത്തിൻ്റെ ആഴം അളക്കാൻ ഈ ലോകത്തിലെ ഒന്നിനും കഴിയില്ല എന്നും ആ പിതാവ് ആ നിമിഷം തിരിച്ചറിഞ്ഞു. മക്കയിലെ കാബയിൽ വെച്ച് മജ്നൂൻ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന കാട്ടുതീ പോലെയാണ് അറേബ്യൻ ഗോത്രങ്ങൾക്കിടയിൽ പടർന്നത്. സാധാരണക്കാർക്ക് അതൊരു ഞെട്ടലായിരുന്നു. ദൈവത്തിൻ്റെ മുന്നിൽ വെച്ച് രോഗശാന്തിക്ക് പകരം രോഗം കൂട്ടിക്കിട്ടാൻ പ്രാർത്ഥിച്ച ഒരു മനുഷ്യൻ. അവനെക്കുറിച്ചുള്ള കഥകൾക്ക് അതോടെ ഒരു ദൈവീക പരിവേഷം വന്നു ചേർന്നു. ചിലരവനെ ദൈവനിഷേധിയായി കണ്ടു, മറ്റു ചിലർ പ്രണയത്തിൻ്റെ രക്തസാക്ഷിയായി വാഴ്ത്തി. ഈ വാർത്ത ലൈലയുടെയും ചെവിയിലെത്തി. ഒരുപക്ഷെ അവളുടെ ഭർത്താവ് ഇബ്നു സലാമായിരിക്കാം പുച്ഛത്തോടെ ആ വാർത്ത അവളെ അറിയിച്ചത്. എന്നാൽ ലൈലയെ സംബന്ധിച്ചിടത്തോളം ആ വാക്കുകളൊരു പ്രാർത്ഥനയായിരുന്നില്ല, അതൊരു പ്രഖ്യാപനമായിരുന്നു. ഈ ലോകം തങ്ങളെ ഒരുമിപ്പിച്ചില്ലെങ്കിലും അവൻ്റെ ഹൃദയം എന്നേക്കും തൻ്റേതു മാത്രമായിരിക്കുമെന്ന് പ്രഖ്യാപനം. ആ വാർത്തയറിഞ്ഞ അന്ന് രാത്രി ഒരുപാട് കാലത്തിനു ശേഷം അവൾ അല്പം സമാധാനത്തോടെ ഉറങ്ങി. ഈ കഥകൾക്കിടയിൽ കൈസിൻ്റെയും ലൈലയുടെയും പഴയ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു.
അവർ ഒരുമിച്ച് പഠിച്ചവരാണ്, ഒരുമിച്ച് ആടുകളെ മേയ്ക്കാൻ പോയവരാണ്. അവരുടെ നിഷ്കളങ്കമായ പ്രണയം കണ്ട് ഒരുപാട് സന്തോഷിച്ചവരാണ്. കൈസ് മജ്നൂനായി മരുഭൂമിയിലേക്ക് പോയതും ലൈല നിർബന്ധിതയായി വിവാഹം കഴിച്ചതുമെല്ലാം അവർക്ക് വലിയ വേദനയുണ്ടാക്കിയിരുന്നു. പക്ഷെ എന്തു ചെയ്യണമെന്നവർക്കറിയില്ലായിരുന്നു. ഗോത്ര നിയമങ്ങളെയും കുടുംബങ്ങളുടെ തീരുമാനങ്ങളെയും മറികടക്കാൻ അവർക്ക് ശക്തിയില്ലായിരുന്നു. എന്നാൽ കാബയിലെ പ്രാർത്ഥനയുടെ വാർത്ത കേട്ടപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ഇത് ഇനിയും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഈ 2 ജീവിതങ്ങൾ കൺമുന്നിൽ കിടന്ന് വെന്തുരുകുന്നത് നോക്കി നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരിൽ സയ്യിദ് എന്നു പേരുള്ള ഖൈസിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു. അവൻ ധീരനും വിവേകിയുമായിരുന്നു. അവൻ മറ്റു കൂട്ടുകാരെ ഒരു രാത്രി രഹസ്യമായി വിളിച്ചുകൂട്ടി. നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അവർ 2 പേരും ജീവനോടെ ഉണ്ടായിട്ട് എന്ത് കാര്യം? ഒരാൾ മരുഭൂമിയിലെ ഭ്രാന്തൻ, മറ്റൊരാൾ ജീവനുള്ള ഒരു ശവശരീരം. അവർക്ക് പരസ്പരം ഒരു നോക്ക് കാണാനെങ്കിലും അവസരമുണ്ടാക്കി കൊടുക്കേണ്ടത് ഒരു സുഹൃത്തുക്കളെന്ന നിലയിൽ നമ്മുടെ കടമയാണ്. അതൊരു പക്ഷേ അപകടമായിരിക്കാം. പക്ഷേ ആ അപകടം നമ്മൾ ഏറ്റെടുക്കണം. ആ വാക്കുകൾ മറ്റുള്ളവർക്കും ശരിയാണെന്ന് തോന്നി. അങ്ങനെ അവർ ഒരു പദ്ധതി തയ്യാറാക്കി. അത് വളരെ അപകടം പിടിച്ച ഒന്നായിരുന്നു. ലൈലിയെയും മജ്നൂനെയും രഹസ്യമായി ഒരിടത്തെത്തിക്കണം, ആരും കാണാതെ, ആരും അറിയാതെ. അതിനായി അവർ ഒരു സ്ഥലം കണ്ടെത്തി. 2 ഗോത്രങ്ങളുടെയും അതിർത്തിയിൽ നിന്ന് ഒരുപാട് ദൂരെ, ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത ഉപേക്ഷിക്കപ്പെട്ട ഒരു ഈന്തപ്പനന്തോപ്പ്. അവിടെ ഒരു പഴയ കിണറുമുണ്ട്. രാത്രിയുടെ മറവിൽ അവിടെ വെച്ച് അവരെ കാണിക്കാം. പദ്ധതിയുടെ ആദ്യപടി ലൈലിയെ ഈ വിവരമറിയിക്കുക എന്നതായിരുന്നു. അതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അവളുടെ കൂടാരത്തിന് എപ്പോഴും കാവലുണ്ടായിരുന്നു. സെയ്ദ് തൻ്റെ സഹോദരിയെ ലൈലിയുടെ പഴയ കളിക്കൂട്ടുകാരിയായ സൽമിയെ ഈ ദൗത്യമേൽപ്പിച്ചു. സൽമ പിറ്റേ ദിവസം ലൈലിയെ കാണാനായി ഇബ്നു സലാമിൻ്റെ കൂടാരത്തിലെത്തി. സാധാരണ ഒരു സൗഹൃദ സന്ദർശനം പോലെ അവർ ഒരുപാട് നേരം പഴയ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ലൈലിയുടെ മുഖത്ത് പതിവ് പോലെ ഒരു നിർവികാരതയായിരുന്നു. അവസാനം മറ്റാരും ശ്രദ്ധിക്കുന്നില്ലെന്നുറപ്പുവരുത്തി സൽമ അവളുടെ കാതിൽ ആ രഹസ്യം മന്ത്രിച്ചു. ലൈല, ഞങ്ങൾ കുറച്ചുപേർ ഖൈസിനെ ഒന്ന് കാണാൻ നിനക്കൊരവസരമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നീ തയ്യാറാണെങ്കിൽ മാത്രം. ആ വാക്കുകൾ കേട്ടതും ലൈലിയുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയതുപോലെ തോന്നി. അവളുടെ നിർവികാരമായ മുഖത്ത് ഭയവും സന്തോഷവും ഒരുമിച്ച് മിന്നിമറിഞ്ഞു. സൽമ, നീ എന്താണ് ഈ പറയുന്നത്? അത് സാധ്യമല്ല. പിടിക്കപ്പെട്ടാൽ അവർ എന്നെ കൊല്ലും, നിങ്ങളെയും. അവളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയാം. സൽമ അവളുടെ കൈകൾ മുറുകെ പിടിച്ചു. പക്ഷേ ഒരിക്കലെങ്കിലും ഒരു നോക്ക് കാണാൻ നിന്റെ മനസ്സ് ആഗ്രഹിക്കുന്നില്ലേ? ജീവിതകാലം മുഴുവൻ ഈ വേദനയും പേര് ജീവിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അത്? സൽമയുടെ ചോദ്യത്തിന് മുന്നിൽ ലൈലയ്ക്ക് മറുപടിയില്ലായിരുന്നു. അവളുടെ ഉള്ളിൽ ഭയവും ആഗ്രഹവും തമ്മിൽ ഒരു വലിയ യുദ്ധം നടന്നു. പിടിക്കപ്പെട്ടാലുള്ള ഭവിഷ്യത്ത് ഭയാനകമായിരുന്നു. പക്ഷെ മജ്നൂനെ ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹം അതിനേക്കാൾ ശക്തമായിരുന്നു. ആ മുഖം അവസാനമായി കണ്ടിട്ട് വർഷങ്ങളായി. ഇപ്പോഴവൻ എങ്ങനെയായിരിക്കും? അവൻ്റെ കണ്ണുകൾക്ക് ഇപ്പോഴും അതേ തിളക്കമുണ്ടാവുമോ? അവൾ അവസാനം ഒരു ദീർഘനിശ്വാസത്തോടെ സമ്മതം മൂളി. ഞാൻ വരാം. അടുത്ത ഘട്ടം മജ്നൂനെ കണ്ടെത്തുക എന്നതായിരുന്നു. സയ്യിദും മറ്റു 2 സുഹൃത്തുക്കളും കൂടി മരുഭൂമിയിലേക്ക് യാത്രയായി. കച്ചവട സംഘങ്ങളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ച് അവർ അവനെ തിരഞ്ഞു. ദിവസങ്ങൾ നീണ്ട അലച്ചിലിനൊടുവിൽ അവർ അവനെ കണ്ടെത്തി. മൃഗങ്ങളുടെ നടുവിൽ ധ്യാനത്തിലെന്ന പോലെ ഇരിക്കുന്ന മജ്നൂൻ. അവനെ കണ്ടപ്പോൾ സയ്യിദിൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. തൻ്റെ പഴയ സുഹൃത്തിൻ്റെ കോലം അവനെ വല്ലാതെ വേദനിപ്പിച്ചു. സയ്യിദ് പതുക്കെ അവനെ സമീപിച്ചു. ഖൈസ്, അവൻ വിളിച്ചു. മജ്നൂൻ കണ്ണു തുറന്നു. അവൻ്റെ മുഖത്ത് അത്ഭുതമുണ്ടായിരുന്നു. സയ്യിദ്, നീയോ? വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. അവർ പരസ്പരം ആലിംഗനം ചെയ്തു. പഴയ സൗഹൃദത്തിൻ്റെ ഊഷ്മളതയിൽ മജ്നൂൻ ഒരു നിമിഷത്തേക്ക് പഴയ ഖൈസായി മാറി. സയ്യിദ് വന്ന കാര്യം അവനോട് പറഞ്ഞു. ഞങ്ങൾ നിന്നെ ലൈലയുമായി കാണിക്കാനൊരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്, നീ വരണം. ഈ വാർത്ത കേട്ടപ്പോൾ മജ്നൂന്റെ പ്രതികരണം വിചിത്രമായിരുന്നു. അവൻ സന്തോഷിച്ചില്ല, ദേഷ്യപ്പെട്ടുമില്ല. അവൻ്റെ മുഖം ഭയം കൊണ്ട് വിളറി. വേണ്ട സയ്യിദ്, അവൻ പറഞ്ഞു. അത് വേണ്ട, അതവൾ കാപത്താണ്. അവളെ കണ്ടാൽ ഒരുപക്ഷേ എനിക്കെൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടേക്കാം. ഞാൻ കാരണം ഇനിയും അവൾക്കൊരു ദോഷം വരരുത്. അവൻ്റെ മറുപടി കേട്ട് സയ്യിദ് ഞെട്ടിപ്പോയി. ലോകം മുഴുവൻ ഭ്രാന്തനെന്ന് വിളിക്കുന്ന ഈ മനുഷ്യൻ എത്ര വിവേകത്തോടെയാണ് സംസാരിക്കുന്നത്. അവൻ
ലൈലയുടെ സുരക്ഷയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇല്ല ഖൈസ്, ഒന്നും സംഭവിക്കില്ല. സയ്യിദ് അവന് ധൈര്യം കൊടുത്തു. ഇത് ലൈലയുടെ കൂടി ആഗ്രഹമാണ്. അവൾക്കും നിന്നെ കാണണം. നീ വന്നില്ലെങ്കിൽ അവൾ തകർന്നു പോകും. ഒരു നോക്കു മാത്രം, ദൂരെ നിന്ന്, എന്നിട്ട് നിനക്ക് മടങ്ങാം. ലൈലയുടെ ആഗ്രഹമാണെന്നറിഞ്ഞപ്പോൾ മജ്നൂന് എതിർക്കാൻ കഴിഞ്ഞില്ല. അവൻ വരാമെന്ന് സമ്മതിച്ചു. അവർ ഒരു ദിവസവും സമയവും നിശ്ചയിച്ചു. അമാവാസി രാത്രി. അപ്പോൾ ഇരുട്ടിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ അവർക്കവിടെ എത്താം. നിശ്ചയിച്ച ദിവസം രാത്രി ലൈല തൻ്റെ ഭർത്താവ് ഉറങ്ങിക്കഴിയുന്നതുവരെ കാത്തിരുന്നു. എന്നിട്ട് ശബ്ദമുണ്ടാക്കാതെ കൂടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി. കറുത്ത വസ്ത്രം കൊണ്ട് ശരീരം മുഴുവൻ മൂടിയിരുന്നു. കുറച്ചകലെയായി സൽമ അവൾക്കായി ഒട്ടകവുമായി കാത്തിരുന്നിൽക്കുന്നുണ്ടായിരുന്നു. മജ്നൂൻ സയ്യിദിനോടൊപ്പം കാൽനടയായി യാത്ര തിരിച്ചു. അവൻ്റെ ഓരോ ചുവടും മുന്നോട്ടായിരുന്നെങ്കിലും അവൻ്റെ മനസ്സ് പിടയ്ക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങൾക്കു ശേഷമുള്ളൊരു കൂടിക്കാഴ്ച. അവൻ്റെ ഹൃദയം ഒരു പെരുമ്പര പോലെ മിടിച്ചു. അവരാ ഉപേക്ഷിക്കപ്പെട്ട ഈന്തപ്പനം തോപ്പിലെത്തിയപ്പോൾ ദൂരെ ഒരു വിളക്കിൻ്റെ നേർത്ത വെളിച്ചം കണ്ടു. സയ്യിദ് മജ്നൂൻ്റെ തോളിൽ തട്ടി. അവൾ അവിടെയുണ്ട്. ആ നിമിഷം കാലം നിശ്ചലമായി. മജ്നൂൻ്റെ കാലുകൾ മണ്ണിൽ ഉറച്ചുപോയി. മുന്നോട്ടൊരടി വയ്ക്കാൻ പോലും അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. ഈന്തപ്പനത്തോപ്പിലെ ആ അമാവാസ്യ രാത്രിയിൽ മജ്നൂനും ലൈലയും പരസ്പരം കാണുകയാണ് വർഷങ്ങൾക്ക് ശേഷം. പക്ഷേ അവർക്കിടയിൽ ഒരു മരുഭൂമിയോടത്രയും ദൂരമുണ്ട്. ആ ദൂരം കുറയ്ക്കാൻ അവർക്ക് രണ്ടുപേർക്കും കഴിയുന്നില്ല. ലൈല വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഒരു നിഴൽ പോലെ നിന്നു. അവൾക്ക് മുന്നോട്ട് വരാൻ ഭയമായിരുന്നു. വിവാഹിതയായ ഒരു സ്ത്രീ ഭർത്താവില്ലാതെ രാത്രിയിൽ മറ്റൊരു പുരുഷനെ കാണുന്നത് പിടിക്കപ്പെട്ടാൽ മരണമുറപ്പാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി മറ്റൊന്നവളെ തടഞ്ഞു. മുന്നിൽ നിൽക്കുന്ന ആ രൂപം, അതവളുടെ ഓർമ്മയിലെ കൈസല്ലായിരുന്നു. അതൊരു മനുഷ്യരൂപമായിരുന്നില്ല, മരുഭൂമിയിലെ ഒരു ആത്മാവായിരുന്നു. ആ രൂപത്തെ സമീപിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. മജ്നൂനാകട്ടെ കാലുകൾ മണ്ണിൽ ഉറച്ചുപോയതുപോലെ നിന്നു. ലോകത്തിലെ ഏറ്റവും വലിയ നിധി തൻ്റെ കൺമുന്നിലുണ്ട്. പക്ഷേ അത് തൊടാൻ അവൻ അർഹനല്ലെന്ന് അവൻ സ്വയം വിശ്വസിച്ചു. ഇല്ല, അവൻ സ്വയം മന്ത്രിച്ചു, ഞാനൊരു ഭ്രാന്തനാണ്. എൻ്റെ ശരീരം അഴുക്കുപുരണ്ടതാണ്. ഞാനൊരു വന്യജീവിയാണ്. എൻ്റെ ഈ രൂപം അവൾ ഇത്ര അടുത്തുനിന്ന് കാണരുത്. എൻ്റെ സ്നേഹം പരിശുദ്ധമാണ്, പക്ഷെ ഞാനതല്ല. അവൻ്റെ ഉള്ളിൽ ലൈല ഒരു വിഗ്രഹമായിരുന്നു. അമ്പലത്തിലെ വിഗ്രഹത്തെ തൊടാൻ പൂജാരിക്ക് മാത്രമേ അവകാശമുള്ളൂ. താനൊരു ഭക്തൻ മാത്രമാണെന്ന് അവൻ കരുതി. ദൂരെ നിന്ന് ആരാധിക്കാൻ മാത്രം അവകാശമുള്ളവൻ. കൈസ്. ലൈലയുടെ നേർത്ത ശബ്ദം കാറ്റിൽ ഒഴുകിയെത്തി. ആ വിളി കേട്ട് മജ്നൂൻ ഒന്ന് വിറച്ചു. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ യഥാർത്ഥ പേര് അവൻ കേൾക്കുകയാണ്. ലൈല, നീ സുഖമായിരിക്കുന്നു. എൻ്റെ സുഖം നീ അറിയുന്നുണ്ടല്ലോ, അവൾ പറഞ്ഞു. നിന്റെ സുഖവും ഞാൻ അറിയുന്നുണ്ട്. നമ്മൾ എന്തിനാണിങ്ങനെ ജീവിക്കുന്നത് കൈസ്? നമ്മുടെ പ്രണയം ഈ ലോകത്തിന് മനസ്സിലാവാത്തതുകൊണ്ട്, അവൻ പറഞ്ഞു. നീ തിരിച്ചു പോകണം ലൈല. ഇത് അപകടമാണ്. നിനക്കൊന്നും സംഭവിക്കരുത്. അത്രമാത്രമേ അവർ സംസാരിച്ചുള്ളൂ. വാക്കുകൾക്ക് അവിടെ സ്ഥാനമില്ലായിരുന്നു. അവരുടെ കണ്ണുകൾ പരസ്പരം സംസാരിച്ചു. 1000 കവിതകൾക്ക് പറയാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ആ നോട്ടം കൊണ്ട് അവർ കൈമാറി. പിന്നെ വന്നതുപോലെ നിശബ്ദമായി അവർ 2 വഴിക്കായി പിരിഞ്ഞു. ആ കൂടിക്കാഴ്ച ഒരു തുടക്കമായിരുന്നില്ല, അതൊരു ഒടുക്കമായിരുന്നു. അതോടെ അവരുടെ അവസാനത്തെ പ്രതീക്ഷയും അവസാനിച്ചു. കൂടാരത്തിൽ തിരിച്ചെത്തിയ ലൈല തളർന്ന് കിടക്കയിലേക്ക് വീണു. മജ്നൂനെ ആ കോലത്തിൽ കണ്ടത് അവളുടെ ഹൃദയത്തെ കീറിമുറിച്ചു. താൻ കാരണമാണ് അവൻ അങ്ങനെ ആയതെന്ന കുറ്റബോധം അവളെ കാർന്നു തിന്നാൻ തുടങ്ങി. അവൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി. ആരോടും സംസാരിക്കാതെയായി. അവൾ അനുദിനം ക്ഷീണിച്ചു വന്നു. ഇബ്നു സലാം പേടിച്ച് ഏറ്റവും നല്ല വൈദ്യന്മാരെ കൊണ്ടുവന്നു. പക്ഷേ ആർക്കും അവളുടെ അസുഖം കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം അവളുടെ രോഗം ശരീരത്തിലായിരുന്നില്ല. മജ്നൂനെ കണ്ട ആ രാത്രി അവളുടെ ആത്മാവ് അവളെ വിട്ടുപോയിരുന്നു. ദിവസങ്ങൾ കഴിയുംതോറും അവളുടെ നില വഷളായി. അവൾ ഒരു എല്ലിൻകൂട് മാത്രമായി മാറി. ഒരു ദിവസം അവൾക്ക് തനിക്ക് അധികം സമയമില്ലെന്നു മനസ്സിലായി. അവൾ തൻ്റെ അമ്മയെ അടുത്തേക്ക് വിളിച്ചു.
അമ്മേ, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ വിവാഹവസ്ത്രം എന്നെ അണിയിക്കണം, ഒരു മണവാട്ടിയായി എനിക്ക് മരിക്കണം. പിന്നെ ഖൈസിനോട് പറയണം, ഞാൻ അവനെ സ്വർഗത്തിൽ കാത്തിരിക്കുമെന്ന്. അത്രയും പറഞ്ഞ് അവൾ അവസാനമായി അവൻ്റെ പേര് മന്ത്രിച്ചു, മജ്നൂൻ. അതോടെ ആ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. മജ്നൂൻ മരുഭൂമിയിൽ തിരിച്ചെത്തി. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവൻ കൂടുതൽ നിശബ്ദനായി. മൃഗങ്ങളോടുപോലും അവൻ സംസാരിക്കാതെയായി. അവൻ്റെ ലോകം പൂർണ്ണമായും ഇല്ലാതായി. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം സെയ്ദ് കരഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടിവരുന്നത് അവൻ കണ്ടത്. സെയ്ദിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ മജ്നൂന് മനസ്സിലായി. അവൻ്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചു. അവൾ പോയി ഖൈസ്, സെയ്ദ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മജ്നൂൻ ഞെട്ടിയില്ല, കരഞ്ഞില്ല. അവൻ്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവുമുണ്ടായില്ല. അവൻ പതുക്കെ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ലൈലയുടെ ഗോത്രത്തിൻ്റെ ദിശയിലേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ ശൂന്യമായിരുന്നു. അവളുടെ ശരീരം മാത്രമേ പോയുള്ളൂ സെയ്ദ്. അവളുടെ ആത്മാവ് ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്. എനിക്കിപ്പോൾ പോകണം. അവൾ എന്നെ കാത്തിരിക്കുന്നുണ്ടാകും. സെയ്ദ് അവനെ തടയാൻ ശ്രമിച്ചു. വേണ്ട ഖൈസ്, നീ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് ശരിയല്ല. അവരുടെ ഗോത്രം നിന്നെ കണ്ടാൽ അവരെന്നെ എന്തു ചെയ്യാനാണ് സെയ്ദ്? മജ്നൂൻ ശാന്തമായി ചോദിച്ചു. എന്നെ കൊല്ലുമോ? അതാണല്ലോ എനിക്കിപ്പോൾ വേണ്ടതും. അവൻ സെയ്ദിനെ മറികടന്ന് മുന്നോട്ട് നടന്നു. അവൻ്റെ നടത്തത്തിന് പഴയ വേഗതയില്ലായിരുന്നു. അതൊരു തീർത്ഥാടകൻ്റെ നടത്തം പോലെയായിരുന്നു. ഓരോ ചുവടും ഉറച്ചതായിരുന്നു. അവൻ്റെ മൃഗങ്ങൾ കുറച്ചു ദൂരം അവനെ നിശബ്ദമായി അനുഗമിച്ചു. പിന്നെ അവനൊരു മടക്കമില്ലാത്ത യാത്രയാണ് പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞ പോലെ അവ അവിടെ തന്നെ നിന്നു. മജ്നൂൻ ലൈലയുടെ ഗോത്രത്തിൻ്റെ ശ്മശാനഭൂമിയിലെത്തുമ്പോൾ നേരം പുലർന്നിരുന്നു. ആളുകൾ അവനെ ദൂരെ നിന്നേ കണ്ടു. പക്ഷെ ഇത്തവണ ആരും അവനെ കല്ലെറിയാൻ വന്നില്ല. ആരും അവനെ ആട്ടിപ്പായച്ചില്ല. ആ മെലിഞ്ഞുണങ്ങിയ രൂപത്തിൽ നിന്ന് വമിക്കുന്ന ദുഃഖത്തിൻ്റെ തീവ്രത അവരെ നിശ്ചലരാക്കി. അതൊരു ഭ്രാന്തൻ്റെ വരവായിരുന്നില്ല, മറിച്ച് ഒരു വിധിയുടെ പൂർത്തീകരണമായിരുന്നു. അവൻ നേരെ നടന്നത് പുതുതായി മണ്ണിട്ട ഒരു ഖബറിൻ്റെ അടുത്തേക്കാണ്. അതിനു മുകളിൽ വെച്ച അടയാളക്കല്ലിൽ അവൻ വിരലോടിച്ചു. ആ മണ്ണിന് പുതിയ പൂക്കളുടെ ഗന്ധമുണ്ടായിരുന്നു. അവൻ ആ ഖബറിന് മുന്നിൽ മുട്ടുകുത്തി. അവൻ്റെ കണ്ണുകളിൽ നിന്ന് ആദ്യമായി കണ്ണുനീരൊഴുകി. അത് ദുഃഖത്തിൻ്റെ കണ്ണുനീരായിരുന്നില്ല, സന്തോഷത്തിൻ്റെതായിരുന്നു. വർഷങ്ങളായി പിരിഞ്ഞിരുന്നവർ ഒന്നിക്കുന്നതിൻ്റെ സന്തോഷം. അവൻ ആ മണ്ണിനെ കെട്ടിപ്പിടിച്ച് അതിലേക്ക് മുഖമമർത്തി. ലൈല, അവൻ മന്ത്രിച്ചു, ഞാൻ വന്നു നിന്റെ അടുത്തേക്ക്. ഈ ലോകം നമ്മളെ അകറ്റി, പക്ഷേ ഈ മണ്ണ് നമ്മളെ ഒരുമിപ്പിക്കും. അവൻ ആ ഖബറിനു മുകളിൽ കിടന്നു. ആകാശത്തേക്ക് നോക്കി അവൻ്റെ അവസാനത്തെ കവിത പാടി. അത് മരണത്തെക്കുറിച്ചായിരുന്നില്ല, പ്രണയത്തിൻ്റെ അനശ്വരതയെക്കുറിച്ചായിരുന്നു. ആ കവിതയുടെ അവസാന വരികൾ അവൻ്റെ ചുണ്ടിൽ നിന്നും മായും മുൻപേ അവൻ്റെ ശ്വാസം നിലച്ചു. അവൻ്റെ മുഖത്ത് വർഷങ്ങൾക്ക് ശേഷം ശാന്തമായൊരു പുഞ്ചിരിയുണ്ടായിരുന്നു. സെയ്ദും വിവരമറിഞ്ഞെത്തിയ മജ്നൂൻ്റെ മാതാപിതാക്കളും ലൈലയുടെ കുടുംബാംഗങ്ങളും ആ കാഴ്ച ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. പ്രണയത്തിനു മുന്നിൽ തങ്ങളുടെ നിയമങ്ങളും ഗോത്രാഭിമാനവും എത്ര നിസ്സാരമായിരുന്നു എന്ന് ഒരുപക്ഷെ ലൈലയുടെ പിതാവ് ആ നിമിഷം തിരിച്ചറിഞ്ഞിരിക്കാം. അവരുടെ കഥ കേട്ടറിഞ്ഞ ഗോത്രതലവന്മാർ ഒരുമിച്ചൊരു തീരുമാനമെടുത്തു. ജീവിച്ചിരുന്നപ്പോൾ ഒന്നിക്കാൻ കഴിയാത്ത അവരെ മരണത്തിലെങ്കിലും ഒരുമിപ്പിക്കണം. അവർ മജ്നൂൻ്റെ ഖബറിടം ലൈലയുടെ ഖബറിനരികിൽ തന്നെ ഒരുക്കി. 2 ഖബറുകൾക്ക് മുകളിലായി ഒരൊറ്റ അടയാളക്കല്ല് വെച്ചു. അതിലിങ്ങനെ എഴുതി, ഇവിടെ പ്രണയത്തിനു വേണ്ടി ജീവിച്ച 2 ആത്മാക്കൾ ഒരുമിച്ചുറങ്ങുന്നു. അങ്ങനെ ലൈലയുടെയും മജ്നൂൻ്റെയും കഥ ഇവിടെ അവസാനിക്കുകയാണ്. മണൽക്കാറ്റിൽ മാഞ്ഞുപോയ ഒരു പ്രണയകാവ്യം പോലെ. അവരുടെ ജീവിതം ദുരന്തപൂർണമായിരുന്നു എന്ന് നമുക്ക് തോന്നാം. ഒരുപക്ഷെ അവർ അങ്ങനെ കരുതിയിട്ടുണ്ടാവില്ല. കാരണം അവർ സ്നേഹിച്ചു, ആ സ്നേഹത്തിനു വേണ്ടി ജീവിച്ചു, അവസാനം ആ സ്നേഹത്തിൽ തന്നെ ഒന്നിച്ചു. അവരുടെ ഖബറിടം പിന്നീട് പ്രണയിക്കുന്നവരുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിയെന്ന് കഥകൾ പറയുന്നു. ഇന്നും ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറവും ലോകം അവരുടെ കഥ പല രൂപത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഈ കഥയുടെ വേദന നിങ്ങളുടെ ഉറക്കത്തെ ശല്യപ്പെടുത്താതിരിക്കട്ടെ. പകരം
അവരുടെ പ്രണയത്തിൻ്റെ തീവ്രതയെ ഓർക്കുക. ലോകം മുഴുവൻ എതിർത്തപ്പോഴും തളരാതിരുന്ന ആ സ്നേഹത്തെ ഓർക്കുക. ഇപ്പോൾ ഈ കഥ കഴിഞ്ഞിരിക്കുന്നു. പുറത്തെ രാത്രി ശാന്തമാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഒരുപക്ഷെ അവരുടെ കഥ പരസ്പരം പറയുന്നുണ്ടാകാം. ഇനി ചിന്തകളെല്ലാം പതിയെ മാഞ്ഞു പോകട്ടെ. നിങ്ങളുടെ ശ്വാസം ശാന്തമാകട്ടെ. കൺപോളകൾക്ക് ഭാരം കൂടട്ടെ. സുഖകരമായ ആഴത്തിലുള്ള ഒരു ഉറക്കത്തിലേക്ക് നിങ്ങൾ വഴുതി വീഴട്ടെ. നല്ല സ്വപ്നങ്ങൾ നിങ്ങളെ തേടി വരട്ടെ. ലൈലാ ലൈലാ മജ്നൂ വിധിയുടെ താളിൽ കുറിച്ച വിലാപമിത്തും. ഓ ലൈലാ മജ്നൂ ഇഷ്കിൻ തീയിൽ ഉരുകും റൂഹിൻ ഗാഥയിത്. ഓ ലൈലാ ലൈലാ മജ്നൂ വിധിയുടെ താളിൽ കുറിച്ച വിലാപമിത്.